നമ്മൾ 6ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് ടെസ്റ്റ് ഓൺലൈനായിട്ട് നടത്തിയ ക്ലാസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് 19 ചോദ്യമാണുള്ളത്. ആ 19 ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് പ്രയാസമുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എ മാൻ ലിഫ്റ്റ്സ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ യൂസിങ് എ റോപ്പ് ടൈഡ് ടു ഇറ്റ്. ദെൻ ചൂസ് ദി കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്ന ചോയ്സ് ഏതാണെന്നാണ് ചോദ്യം. ഒന്ന്, വർക്ക് ഡൺ ബൈ ദി മാൻ ഈസ് നെഗറ്റീവ്. ഒരിക്കലുമല്ല. മാൻ മുകളിലേക്കാണ്, ലിഫ്റ്റ് ചെയ്യാണ്. ബക്കറ്റ് പൊങ്ങുന്നതും മാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നെഗറ്റീവ് അല്ല. വർക്ക് ഡൺ ബൈ ദി മാൻ ഈസ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ. വർക്ക് ഡൺ ബൈ ദി മാൻ ഈസ് പോസിറ്റീവ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. എല്ലാവർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ഈസി. സോ ആൻസർ ഈസ് ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സാറ്റലൈറ്റ് റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത്. അപ്പോൾ നേരത്തെ പോലെ അതിന് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഒന്നാമത്തേത് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി സാറ്റലൈറ്റ് ഈസ് 0. എ സാറ്റലൈറ്റ് റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡയറക്ഷനും അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞാൽ ആ സർക്കുലർ ഓർബിറ്റിന്റെ റേഡിയസിന് അലോങ് ആയിട്ടാണ് വരിക, ടുവാർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സാറ്റലൈറ്റിന്റെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് വരിക. അപ്പൊ ആ ഒരു ഏതൊരു സമയത്ത് നോക്കിയാൽ ആ വെലോസിറ്റി വെക്ടറും ഈ റേഡിയസ് വെക്ടറും തമ്മിലുള്ളത് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ അപ്പോൾ ഫോഴ്സും വെലോസിറ്റി വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഏതൊരു ഇൻസ്റ്റന്റിലും ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയാൽ എഫ് ഡോട്ട് ഡി അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് എന്നുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആയി പോകും. അപ്പോൾ സിൻസ് ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പെർപെൻഡിക്കുലർ അറ്റ് എനി പോയിന്റ് ഓൺ ദി സർക്കുലർ പാത്ത്, the work done by the gravitational force is 0. Work done by the gravitational force on the satellite is 0. So answer is C. ഇതും ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല, അത്ര ഈസിയാണ്. Then the third question is, according to work energy theorem, എന്തെങ്കിലും കൂടുതൽ ആ സംശയങ്ങൾ മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ പറയണം, നിങ്ങൾ ചോദിക്കാം. ഒന്നും കൂടി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ സിമ്പിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, ഇതാണ് വർക്ക് എനർജി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദിസ് തിയറം? അപ്പൊ വർക്ക് എനർജി തിയറത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനെ ഒന്ന് കോലം മാറ്റിയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതിൽ ഏതാണ് കറക്റ്റ് ആ വർക്ക് എനർജി തിയറത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് വരുന്ന ഇക്വേഷൻ? ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് mv² - mu² is equal to 2ma dot s. അപ്പൊ നോക്കുക, വർക്ക് എനർജി തിയറത്തിന്റെ ശരിക്കും വേണ്ട ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² - ½ mu² എന്നാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് എന്നാണ്. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ അനുസരിച്ച് എഫ് ഡോട്ട് എസ് എന്നാണ് വേണ്ടത്. നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുക. ഇവിടെ mv² - mu² is equal to 2ma dot s. ma എന്ന് പറഞ്ഞാൽ എഫ് ആണ് നമുക്കറിയാം. ന്യൂട്ടന്റെ ഇക്വേഷൻ അനുസരിച്ച് ma is f. So this is 2f dot s. ഇനി ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ½ mv² - mu² is equal to ma dot s എന്നാവും. ma എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പൊ എഫ് ഡോട്ട് എസ് വർക്കാണ്. സോ w. സോ ½ mv² - mu² is equal to w എന്നാവും. ഇതിനെ നിങ്ങൾ 2 കൊണ്ട് എല്ലാ ഭാഗവും ഡിവൈഡ് ചെയ്താൽ. സോ ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് എക്സാക്ട്ലി ദി വർക്ക് എനർജി തിയറം. അതിന്റെ ഈ 2 ഇവിടെ ½ mv² - mu² is equal to എഫ് ഡോട്ട് എസ് എന്നാണിത്. അതിനെങ്ങനെ ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ½ mv² - mu² is equal to എഫിന് പകരം ma dot s എന്ന് എഴുതി
പിന്നെ ഈ ഹാഫ് മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എം വി സ്ക്വയർ മൈനസ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ma ഡോട്ട് എസ് എന്നാവും. സോ ദിസ് ഈസ് ദി കറക്റ്റ് ഇക്വേഷൻ. ഇതിന് നമുക്ക് ഏത് കോളത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്ന് എഴുതാൻ പറ്റും ഇതിനെ. ഇവിടെ നോക്കൂ, ഇവിടെ ഇതേപോലെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ എം വേണം. എം വന്നാലേ എഫ് ഡോട്ട് എസ് ആവുള്ളൂ. ഇവിടെ എ ഡോട്ട് എസ് ഉള്ളൂ. എം എ ഡോട്ട് എസ് വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ എഫ് ഡോട്ട് എസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഹാഫ് ഇല്ല. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എം വി സ്ക്വയർ മൈനസ് എം യു സ്ക്വയർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ല. ഇപ്പുറത്തെ വർക്ക് ഡൺ എഫ് ഡോട്ട് എസ് ഉണ്ട്, അപ്പൊ ഇതും റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഹാഫ് ഇല്ല ഇവിടെ. അപ്പോൾ ആൻസർ ഈസ് എ. അപ്പൊ അങ്ങനെ ഇതിന്റെ ആൻസർ കിട്ടി. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വർക്ക് എനർജി തിയറി തന്നെ ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഒരു മാത്തമാറ്റിക്കലി അത് ശരിയാവുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് മറ്റൊരു വഴിയുണ്ട്. ഡയമെൻഷൻ ചെക്ക് ചെയ്താലും ഇതിലെ ആൻസർ പറയാൻ പറ്റും. 2 ഭാഗത്തുള്ള ഡയമെൻഷൻ ചെക്ക് ചെയ്താലും പറയാൻ പറ്റും. ഡയമെൻഷൻ ചെക്ക് ചെയ്താൽ പക്ഷേ ഈ ഇക്വേഷൻ കിട്ടൂല അല്ലെ. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ച് ടെസ്റ്റിംഗ് പറ്റൂല. അപ്പൊ ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആവും, ഈ ഇക്വേഷനും കറക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കാം. ഫസ്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, കറക്റ്റായി വരുന്നുണ്ട്. പിന്നെ ഇത് കറക്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിന് ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, എ റെയിൻ ഡ്രോപ്പ് ഓഫ് മാസ് 1 gram falls from a height 1 kilometer. ഇത് ഞാൻ ക്ലാസ്സിൽ ഡയറക്റ്റ് ചെയ്തു തന്ന ക്വസ്റ്റ്യൻ അതുപോലെ ഇട്ടതാണ്, സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. hits the ground with the speed of 50 meter per second. Work done by the unknown air resistance. ആൻസർ -8.75 ജൂൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. അപ്പൊ ഈ ഡ്രോപ്പ് ഫാൾസ് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കാം? 0 എന്ന് എടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും 0 ആണ്. സോ കൈനറ്റിക് എനർജി ഇനീഷ്യൽ KI is equal to 0 എന്ന് എഴുതാം. ഫൈനൽ കൈനറ്റിക് എനർജി, അതായത് ഈ ഡ്രോപ്പ് ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി KF. ഹാഫ് എം ഇൻറ്റു എം. എം പറഞ്ഞാൽ 1 gram. 1 ഗ്രാമിനെ ഞാൻ കിലോഗ്രാം ആക്കി, അപ്പൊ 10⁻³ കൊണ്ട് ഗുണിച്ചു. സോ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ 50 സ്ക്വയർ. ഇത് ചെയ്താൽ 1.25 ജൂൾ എന്ന് വരും. ഈ ക്രിയ ചെയ്താൽ 1.25 ജൂൾ. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി is 1.25 joule, initial kinetic energy is 0 joule, so change in kinetic energy is 1.25 joule. Okay, so change in kinetic energy 1.25 joule. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഡ്രോപ്പിൽ ചെയ്ത വർക്ക് എത്രയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഈ റെയിൻ ഡ്രോപ്പ് മൂവ് ചെയ്യുന്നത്. താഴേക്കാണ് പതിക്കുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ്. സോ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് mg into h. അപ്പോൾ m എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, 1 gram ആണ്. 1 into 10⁻³ ആണ്, 10⁻³ എന്ന് എഴുതി. ഇൻറ്റു g എന്ന് പറഞ്ഞാൽ 10 ആണ്. ടേക്ക് g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാൻ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞത് കൊണ്ടാണ് g 10 എടുക്കുന്നത്. ഇൻറ്റു 1 into 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് മാറ്റിയതാണ് 1 into 10⁻³ എന്ന്. അത് ചെയ്താൽ 10 ജൂൾ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇത് mg into h. mg പറഞ്ഞാൽ ഫോഴ്സ്, h പറഞ്ഞാൽ റെയിൻ ഡ്രോപ്പിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ആണ്, താഴേക്കുള്ളത് h ഡിസ്പ്ലേസ്. സോ 10 ജൂൾ എന്ന് കിട്ടി. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് കിട്ടി. ഇനി ഇതിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ ഏതാണ്? എയർ റെസിസ്റ്റൻസ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് അൺനോൺ എയർ റെസിസ്റ്റൻസിന്റെ ഫോഴ്സ് നമുക്ക് അറിയില്ല. ബട്ട് വി നോ ദാറ്റ് the work done by the air resistance will be negative because unknown എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിൻ ഡ്രോപ്പ് താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എയറിന്റെ ഫ്രിക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരും. അപ്പോൾ ഡ്രോപ്പിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എയർ റെസിസ്റ്റൻസ് കൊണ്ടുള്ള ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് അത് അവിടെ ചെയ്ത വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റൻസ് ഫോഴ്സ്, അതായത് എയർ റെസിസ്റ്റൻസ് ആൻഡ് WR, where WR is വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ്. ഇനി വർക്ക് എനർജി തിയറം വെച്ചിട്ട് ദിസ് ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.25 ജൂൾ.
അപ്പോൾ ഡബ്ല്യു ആർ എന്ന് പറയുന്നത് ഡബ്ല്യു ജി പ്ലസ് ഡബ്ല്യു ആർ ആണ് ടോട്ടൽ വർക്ക് ഡൺ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ. അപ്പൊ അതിൽ നിന്ന് ഡബ്ല്യു ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ മൈനസ് ഡബ്ല്യു ജി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡബ്ല്യു ആർ എന്ന് ഡെൽറ്റ കെ മൈനസ് ഡബ്ല്യു ജി. ഡെൽറ്റ കെ 1.25 ആണ്, മൈനസ് ഡബ്ല്യു ജി എന്ന് പറഞ്ഞാൽ 10 ജൂൾ ആണ്. സോ 1.25 മൈനസ് 10 മൈനസ് 8.75 ജൂൾ. അപ്പൊ അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് അറിയില്ലെങ്കിലും ആ ഫോഴ്സ് ചെയ്ത വർക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് ഈസി. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് വർക്ക് എനർജി ആണ്. മൈനസ് 8.75 ജൂൾ എന്ന് കിട്ടും. അപ്പൊ സി ആണ് ആൻസർ വരിക. ആൻസർ ഈസ് സി. ഇത് നിങ്ങൾ ഇതേപോലെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചു തന്ന പ്രോബ്ലമാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്, ഞാൻ ഗൂഗിളിൽ ആൻസർ ഒന്ന് എടുത്താട്ടെ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മിസ് ചെയ്തത് 26 ആളുകൾ, അതായത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിച്ചിട്ടുള്ളത്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ പേര് തെറ്റിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 121 പേര് കറക്റ്റ് ആക്കി, 2 132 പേര്, 3 126 പേരാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതാണ്ട് 114 82% ആളുകളും ശരിയാക്കിയിട്ടുണ്ട്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതും അത്യാവശ്യം 76 പേര് കറക്റ്റ് ആക്കിയിട്ട്. ഓക്കെ, വാല്യൂ ഓഫ് ബി ഇഫ് ടു വെക്ടേഴ്സ് ഗിവൺ ബിലോ ആർ പെർപെൻഡിക്കുലർ. ഈ 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എത്രയാണ്? ഇതും ഞാൻ ഡയറക്റ്റ് ചെയ്തു തന്ന പ്രോബ്ലം ആണ്, നിങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ ചെയ്താണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ചെയ്യേണ്ടത് എ ഡോട്ട് ബി കാണുക. എ ഡോട്ട് ബി കാണുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും, ബി ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. എ ഡോട്ട് ബി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആണ്. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ, അതുകൊണ്ട് എ ഡോട്ട് ബി 0 ആണ്. എ ഡോട്ട് ബി ചെയ്താൽ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ് എന്നാണ്. അപ്പൊ 2 × 1 2, ബി ഇൻറ്റു -4 ബി, 3 × 2 + 6, അതാണ് 2 - 4b + 6. അത് ചെയ്താൽ 8 - 4b എന്ന് വരും. അപ്പൊ 8 - 4b 0 ആകണം, എ ഡോട്ട് ബി 0 ആകണം. സോ 8 - 4b 0 എന്ന് പറഞ്ഞാൽ 8 = 4b എന്ന് എഴുതാം. ദാറ്റ് മീൻസ് b = 8/4, ദാറ്റ് ഈസ് 2. വെരി ഈസി. പല കൂടുതൽ ആളുകളും ശരിയാക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ, ഇതിന്റെ ആൻസർ എ 2 എന്നുള്ള മനസ്സിലാക്കുക. ആൻസർ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ആറാമത്തെ ക്വസ്റ്റ്യന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 131 ആളുകൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത്ര വലിയ പ്രയാസമില്ലായിരുന്നു, ഈസിയായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. A bullet of mass 50 gram fired with speed 200 meter per second along horizontal direction. The bullet hits a wooden block of thickness 9 centimeter and comes out with a 10% of initial kinetic energy. ഈ എഫ് ഇവിടെ എക്സസ് ആണ്, അതിന്റെ ആവശ്യമില്ല. എമർജന്റ് സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ് ഈസ് അതാണ് ചോദ്യം. ബുള്ളറ്റിന്റെ എമർജന്റ് സ്പീഡ് കാണാം. 50 gram ആണ്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. വുഡൻ ബ്ലോക്കിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. വുഡൻ ബ്ലോക്കിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ 10% അതിനുള്ളൂ എന്ന് പറഞ്ഞാൽ 90% കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടു പോയി. ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് മോഷൻ തന്നതുകൊണ്ട് ബുള്ളറ്റിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമൊന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമില്ല. ഓക്കെ, അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി 200 meter per second, മാസ് 50 gram അല്ലെങ്കിൽ 0.05 kilogram. ഇത് തന്ന ഡാറ്റാസ് ആണ് എഴുതിയിട്ടുള്ളത്. ഫൈനൽ കൈനറ്റിക് എനർജി കെ എഫ് ഇസ് ഈക്വൽ ടു 10% ഓഫ് കെ ഐ എന്ന് പറഞ്ഞാൽ കെ എഫ് ഇസ് ഈക്വൽ ടു 0.1 കെ ഐ. എമർജന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വി എഫ് ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്, ബുള്ളറ്റ് പുറത്ത് കിടക്കുന്ന ഫൈനൽ വെലോസിറ്റി. ഇതാണ് കാണേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? 200 meter per second ഇനീഷ്യൽ വെലോസിറ്റി, മാസ് 50 gram അല്ലെങ്കിൽ 0.05 kg. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ 10% ഫൈനൽ കൈനറ്റിക് എനർജി. കെ എഫ് ഇസ് ഈക്വൽ ടു 0.1 കെ ഐ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമുക്കത് കണ്ടു നോക്കാം. വി ഐ തന്നിട്ടുണ്ടല്ലോ, ഹാഫ് എം വി ഐ സ്ക്വയർ, ദാറ്റ് ഈസ് 1000 ജൂൾ എന്ന് വരും. ഹാഫ് എം വി ഐ സ്ക്വയർ ചെയ്താൽ ഹാഫ് ഇൻറ്റു എം 0.05 ഇൻറ്റു 200 സ്ക്വയർ ചെയ്താൽ 1000 ജൂൾ എന്ന് കിട്ടും. ഫൈനൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0.1 ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. 0.1 ഇൻറ്റു ഇനീഷ്യൽ കൈനറ്റിക് എനർജി അതാണ് 0.1 ഇൻറ്റു 1000, 100 ജൂൾ ആണ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയിൽ നിന്നും ഫൈനൽ കൈനറ്റിക് എനർജി 100 ജൂൾ ആണെന്ന് കിട്ടി. ഇനി ഫൈനൽ കൈനറ്റിക് എനർജിയുടെ യഥാർത്ഥ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി എഫ് സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് എം വി എഫ് സ്ക്വയറിന്റെ വാല്യൂ 100 ജൂൾ തന്നിട്ടുണ്ട്. ഹാഫ് എം വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ജൂൾ എന്ന് എഴുതാം. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി എഫ് സ്ക്വയർ. അതിൽ നിന്നും വി എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കെ എഫ് ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതാം. 2 ഇൻറ്റു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എം. ഫൈനൽ കൈനറ്റിക് എനർജി ഇവിടെ തന്നിട്ടുണ്ട് 100 ജൂൾ. സോ 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എം 0.05. സോ ഇറ്റ് വിൽ ബി 4000. സോ വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4000. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വി എഫ് സ്ക്വയർ ആണ് 4000. സോ വി എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4000, ദാറ്റ് ഇസ് 63.2 സെന്റിമീറ്റർ മീറ്റർ പെർ സെക്കൻഡ്, ഓർ സി ഇസ് ദി ആൻസർ. 63.2 meter per second. നോക്കി മനസ്സിലാക്കണം. കൂടുതൽ ആളുകളും ശരിയാക്കിയതുകൊണ്ട് ഇത് വലിയ ഇഷ്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. 1-2 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുള്ളൂ കൂടുതൽ കുട്ടികളും. അത്യാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അതനുസരിച്ച് ചെയ്യുന്ന ആളുകൾക്ക് സുഖമായിട്ട് 30 മാർക്ക് വാങ്ങാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് ആറാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് 63.2 meter per second, which is option C. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗമായിട്ടാണ് ചോദിച്ചത്. നേരത്തെ ക്വസ്റ്റ്യനിൽ, അതായത് മുന്നത്തെ ക്വസ്റ്റ്യനിൽ, ക്വസ്റ്റ്യൻ നമ്പർ 6 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദി ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റ്, അല്ലെങ്കിൽ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് കാണാം ആണ് ഉദ്ദേശം. ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്. അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾ അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറുമായിട്ട് ഏറ്റവും ഒത്തുപോകുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇതില് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ കേസിൽ ബുള്ളറ്റ് ബ്ലോക്ക് തുളച്ച് അപ്പുറത്ത് കിടക്കുന്നു. ആ കേസിൽ ബ്ലോക്ക് ബുള്ളറ്റിൽ കൊടുത്ത ഒപ്പോസിങ് ഫോഴ്സ്, അതാണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ബുള്ളറ്റിന്റെ മോഷന്റെ
വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വെലോസിറ്റിക്ക് എതിർ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് വെലോസിറ്റി കുറയുക. ആ ഫോഴ്സ് എത്രയാണ്? അതിന്റെ ഭാഗമായിട്ട് അതിന്റെ വെലോസിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി 90% നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ അർത്ഥം ബ്ലോക്ക് നല്ലൊരു റെസിസ്റ്റീവ് ഫോഴ്സ് അതിന് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ ആവറേജ് എത്രയാണ്? റെസിസ്റ്റീവ് ഫോഴ്സ് യൂണിഫോം ആണെന്ന് അസ്യൂം ചെയ്യാം. അതുകൊണ്ടാണ് ആവറേജ് എന്ന് പറയാൻ കാരണം. ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയാണ്? അപ്പൊ എഫ് ആർ ആണ്. എഫ് സഫിക്സ് ആർ ബി ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്. ദെൻ ഈ ഫോഴ്സ് ഈ ബുള്ളറ്റിൽ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ആർ ഡോട്ട് ഡി ആയിരിക്കും. അപ്പോ നോക്കുക, ഈ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് ബ്ലോക്കിന്റെ ഉള്ളിലൂടെ ബുള്ളറ്റ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും? 9 സെന്റിമീറ്റർ ആണ് ബ്ലോക്കിന്റെ തിക്നെസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കണം, 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്കിന്റെ തിക്നെസ് 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബ്ലോക്കിന്റെ ഉള്ളിലൂടെ ഈ ബുള്ളറ്റിന് മൂവ് ചെയ്യേണ്ടത് ആ 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എഫക്ട് ചെയ്യുന്ന ആ സമയത്ത് ഈ ബുള്ളറ്റ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. മാത്രവുമല്ല ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ബുള്ളറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണല്ലോ ബുള്ളറ്റിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാഗ്നിറ്റ്യൂഡ് ടൈമിൽ എഴുതുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എഴുതാം, എഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ഇൻറ്റു കോസ് 180 എന്ന് എഴുതാം. കോസ് 180 -1 ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റും. അപ്പൊ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. ഇതിൽ എഫ് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കാണേണ്ടത്. എഫ് ആറിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഡി നമുക്ക് അറിയാം. ദിസ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ്. എഫ് ആർ ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെന്റ് ഡി. ഉറപ്പാണല്ലോ, റെസിസ്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഡി ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബുള്ളറ്റ് ഇൻസൈഡ് ദി ബ്ലോക്ക്. കാരണം ബുള്ളറ്റിന്റെ തിക്നെസ് ഡി ആണ്. അത്രയും ദൂരമാണ് ബുള്ളറ്റിന്റെ ഉള്ളിലൂടെ ഈ ബ്ലോക്കിന്റെ ഉള്ളിലൂടെ ഈ ബുള്ളറ്റ് സഞ്ചരിക്കുകയുള്ളൂ. ബ്ലോക്കിന്റെ ഉള്ളിലൂടെ ബുള്ളറ്റ് സഞ്ചരിക്കുമ്പോൾ മാത്രമേ അതിന് റെസിസ്റ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പൊ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ എഫക്റ്റിൽ ബുള്ളറ്റ് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി ബ്ലോക്കിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് 9 സെന്റിമീറ്റർ. ദെൻ അപ്പൊ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ് W is equal to FR minus FR into D എന്ന് പറഞ്ഞാൽ 0.09. 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.09 എന്ന് വരും. 9 സെന്റിമീറ്റർ ആണ് ഈ 0.09 എന്ന് എഴുതിയത്. സോ മൈനസ് 0.09 FR എന്ന് എഴുതാം. ദിസ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ്. ഇനി ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജിയുള്ള വ്യത്യാസം നമ്മൾ എവിടെയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വർക്ക് ഡൺ കണ്ടെത്തുക, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ ഈ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ ടേമിൽ എഴുതുക, ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും എഴുതുക. ഇത്തരം കേസുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഏക ഇക്വേഷൻ വർക്ക് എനർജി തിയറമാണ്. എനർജി കൺസർവേഷൻ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? ഈ ബുള്ളറ്റിന്റെ എനർജി കുറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഹീറ്റ് ആയിട്ടും ഒക്കെ ഈ ബുള്ളറ്റും ഇത് പിന്നെ ബ്ലോക്കിലൂടെ തുളച്ചു കയറി പോകുമ്പോൾ അവിടെ ഹീറ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനർജി അവിടെ ലോസ് ചെയ്യുന്നുണ്ട്, മറ്റു ഫോമിലേക്ക് പോകുന്നുണ്ട്. മെക്കാനിക്കലും കൈനറ്റിക്കും പൊട്ടൻഷ്യലും അല്ലാത്ത മറ്റു ഫോമിലേക്ക് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് വർക്ക് എനർജി തിയറം. ബിക്കോസ് വർക്ക് കൈനറ്റിക് എനർജി തിയറം എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓൾവേസ് വാലിഡ് ആണ്. അത് സാധാരണ എല്ലാ കേസിലും വാലിഡ് ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സാധാരണ കേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വർക്ക് എനർജി തിയറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂള് വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം ഉപയോഗിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് വർക്ക് ഡൺ ആണ്, മറ്റേ ഭാഗത്ത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് അറിയണം. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അറിയാം. കാരണം ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് അറിയാം. ബ്ലോക്കിൽ എത്തുന്ന ഹിറ്റ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയും ബ്ലോക്കിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴുള്ള വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. കൈനറ്റിക് എനർജി നമ്മുടെ വെലോസിറ്റി അല്ല, കൈനറ്റിക് എനർജി നമ്മുടെ കയ്യിലുണ്ട്. ഇനി അപ്പുറത്ത് നമുക്കുള്ളത് വർക്കാണ്. വർക്ക് ഡൺ ചെയ്യുമ്പോൾ അവിടെ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് മാത്രമാണ് ഈ ബുള്ളറ്റിലുള്ള ഏക ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡൗൺവേർഡ്, ബുള്ളറ്റ് ഈസ് മൂവിങ് ഇൻ ദി ഒറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല. 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അതുകൊണ്ടാണ് ബുള്ളറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോകുന്നത് പറഞ്ഞു. അല്ലെങ്കിലും അത് നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോ പിന്നെ ആരാ വർക്ക് ചെയ്യുക? റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ആ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കിനുള്ള ഒരു ഇക്വേഷൻ കിട്ടിയാൽ അപ്പുറം RHSലുള്ള ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് അറിയാം. അപ്പൊ അതിൽ നിന്ന് ഇത് സോൾവ് ചെയ്തെടുക്കാം. ദിസ് ഈസ് അവർ ട്രിക്ക്. അവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്. സോറി.
ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്കറിയാം. നേരത്തെ നമ്മൾ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടു. പിന്നെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി വാസ് 1000 ജൂൾ, ഫൈനൽ കൈനറ്റിക് എനർജി വാസ് 100 ജൂൾ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് രണ്ടും ഡിഫറെന്റ്. ഫൈനൽ കൈനറ്റിക് എനർജി 100 ജൂൾ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 1000 ജൂൾ എന്ന് പറയുമ്പോൾ -900 ജൂൾ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is -9000 joule. Okay. So work done is -0.09 into FR. ഇവിടെ FR പിന്നെ പോസിറ്റീവാ വരിക. കാരണം എന്താണ്? ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഡയറക്ഷൻ ഇവിടെ പറഞ്ഞു ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വന്നത്. അപ്പൊ ഇനി ഇത് രണ്ടിന് വർക്ക് എനർജി തിയറി അനുസരിച്ച് ഇത് രണ്ടും തുല്യമാകണം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് -0.9 FR. ദിസ് ഈസ് ദി വർക്ക് ഡൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി -900 ജൂൾ. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്. ഇതിൽ നിന്ന് FR ഇസ് ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 0.09 ചെയ്യുമ്പോൾ 10⁻⁴ ന്യൂട്ടൺ എന്ന് വരും. സോ ദി ആൻസർ ഈസ് 10⁻⁴ ന്യൂട്ടൺ, വിച്ച് ഇസ് P. 10⁻⁴ ന്യൂട്ടൺ. ഓക്കെ. ഈ ക്വസ്റ്റ്യനും അത്യാവശ്യം 70% ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്, പകുതിയോളം. എന്നാലും പകുതി ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. ഏതാണ്ട് പകുതിയോളം ആളുകൾ തെറ്റിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിന്റെ 6ാമത്തെ ക്വസ്റ്റ്യൻ 94%, ഏതാണ്ട് ആളുകളൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്വസ്റ്റ്യൻ ആകെ 70 ആളെ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഇത് പല ആളുകൾക്കും തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കട്ടെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്ട് 100ഓളം കുട്ടികൾ, 99 പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 134 പേരിൽ 99 പേരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സോ ഫിഗർ ഷോസ് പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ എ പാർട്ടിക്കിൾ. അപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിന്റെ കർവ്, എങ്ങനെ പൊട്ടൻഷ്യൽ എനർജി വേരി ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഇതിൽ ഇ എന്ന് പറയുന്ന ഡോട്ടഡ് ലൈൻ, ദിസ് റെപ്രസെന്റ്സ് ദി ടോട്ടൽ എനർജി. ഈ ആക്സിസിൽ എനർജിയാണ്. അപ്പൊ ഈ V0 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇതുവരെ V0, പിന്നെ അത് -V1 ആവും. പിന്നെ ഇത്രയും ദൂരത്തിൽ, ഇത്രയും പോയിന്റിലൊക്കെ അത് -V1 തന്നെ. പിന്നെ ബി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള ദൂരത്ത് അത് വീണ്ടും V0 ആവും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ സ്ട്രക്ചർ. പക്ഷെ ആ പാർട്ടികളുടെ ആകെ എനർജി ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദി ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളുടെ ആകെ എനർജി ഇ ആണ്. ഒരു സ്പേസിലുള്ള അല്ലെങ്കിൽ ഏതോ ഒരു റീജിയനിലുള്ള പൊട്ടൻഷ്യൽ എനർജി, റീജിയനിൽ പാർട്ടിക്കിൾ എത്തുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് ഉണ്ടാവേണ്ട പൊട്ടൻഷ്യൽ എനർജിയുടെ കർവാണ് വരച്ചത്. ഇതിന്റെ അർത്ഥം ഈ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ അച്ചീവ് ചെയ്യാമെന്നല്ല. ഇവിടെ ഇപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടിക്കിള് 0 മുതൽ എ വരെയുള്ള സ്ഥലത്ത് 1 ഡയമെൻഷണൽ സിറ്റുവേഷൻ ആണെന്ന് എടുക്കുക. അപ്പൊ 0x-ന്റെ അതിന്റെ പൊസിഷൻ 0 മുതൽ x = a വരെയുള്ള ഏതൊരു സ്ഥലത്ത് ഈ പാർട്ടിക്കിൾ നിൽക്കണമെങ്കിലും ഉണ്ടാവണമെങ്കിലും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കണം? V0 ആയി. ഉണ്ടെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി V0 ഉണ്ട്. അത് കഴിഞ്ഞ് എ മുതൽ ബി വരെയുള്ള സ്ഥലത്ത്, എ മുതൽ ബി വരെയുള്ള സ്ഥലത്താണ് ഈ പാർട്ടിക്കിൾ ഉള്ളത് എങ്കിൽ അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി -V1 ആണ്. ബിനേക്കാൾ കൂടുതലുള്ള, എനേക്കാൾ കുറവും ഇങ്ങോട്ട് നീട്ടാം. അപ്പൊ എനേക്കാൾ കുറവുള്ള എക്സില് എനേക്കാൾ കുറവാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി V0 ആണ്. എക്സ് എ മുതൽ ബി വരെ ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി -V1 ആണ്. എക്സ് ബിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും V0. പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ പാർട്ടിക്കിൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഒരു സമയത്ത് 2 സ്ഥലത്ത് പാർട്ടിക്കിളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അത് ഇവിടെ ആകാം, അല്ലെങ്കിൽ ഇവിടെ ആകാം, എവിടെയെങ്കിലും ആകും. ഇറ്റ് വിൽ ഹാവ് എ പൊസിഷൻ കോർഡിനേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ചോദ്യം ഇതാണ്, ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ പാർട്ടിക്കിളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ, പാർട്ടിക്കിളിനെ കാണാൻ പറ്റാത്തതുണ്ടോ എന്ന് പറഞ്ഞാൽ, ഫിസിക്സിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ സാധ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ റീജിയണിൽ സാധ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ റീജിയണിൽ സാധ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ട ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസിലുള്ള ഒരു പ്രോബ്ലം ആണ്. എക്സർസൈസിൽ ഇതുപോലെ പല ഗ്രാഫും കൊടുത്തിട്ട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഒരു
ഇന്റർപ്ലേ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബന്ധം. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇവിടെ തന്നെ മനസ്സിലാക്കാം. എ ടു ബി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നെഗറ്റീവ് ആണ്. അല്ലാത്ത സ്ഥലത്തൊക്കെ ലെസ് ദാൻ എ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലും, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്. എ ടു ബി അത് നെഗറ്റീവ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഒരു പ്രശ്നമില്ല, നമുക്കറിയാം. കാരണം പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം. ഇനി കൈനറ്റിക് എനർജി എടുത്ത് നോക്കൂ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്. എം ഓൾവേസ് പോസിറ്റീവ് ആണ്, ഹാഫും പോസിറ്റീവ് ആണ്. വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. വി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വി സ്ക്വയർ എന്താണ്? പോസിറ്റീവ് ആണ്. മനസ്സിലായല്ലോ? വി സ്ക്വയർ എന്ന് പറയുന്നത് വിക്ക് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്താലും വി സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ്, എം ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഹാഫ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന കൈനറ്റിക് എനർജിക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇനി ഒരു ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പോ ഈ ഒബ്ജക്റ്റ് സപ്പോസ് ഇത് ഈ ഭാഗത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിന് എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്? പ്ലസ് വി സീറോ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ എനർജി എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? ഇതേ വരാൻ പാടുള്ളൂ. ഈ വി സീറോയേക്കാൾ കുറവാണ് അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി വി സീറോ എന്ന് പറയുന്നുണ്ട്, അതിനേക്കാൾ കുറവാണ് കൈനറ്റിക്, അതിനേക്കാൾ കുറവാണ് അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞാൽ പിന്നെ അതിന് ഉണ്ടാകാവുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു ഇത്ര വാല്യൂ ഉണ്ട്. സേ വി സീറോക്ക് നമുക്ക് 10 ജൂൾ എന്ന് കൊടുക്കാം. ഈ 5 ജൂൾ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ വി സീറോ 10 ജൂൾ ഉണ്ട്, ടോട്ടൽ എനർജി 5 ജൂളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് വരാനുള്ള എനർജി കൈനറ്റിക് എനർജിയാണ്. അപ്പൊ 10 ജൂൾ പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 5 ജൂൾ എന്ന് എഴുതണമെങ്കിൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആകണം. ദാറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പോ ഈ ഭാഗത്ത് നോക്കിയാൽ ഈ 0 മുതൽ എ വരെ ഈ പാർട്ടിക്കിൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയേ പറ്റൂ. കാരണം പൊട്ടൻഷ്യൽ എനർജി വി സീറോ ഇവിടെ പോസിറ്റീവ് ഇത്രയുണ്ട്. അതിനേക്കാൾ കുറഞ്ഞ കൈനറ്റിക് ടോട്ടൽ എനർജി വരണമെങ്കിൽ കൈനറ്റിക് എനർജി കുറവായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ വി സീറോ 10 ജൂൾ എന്ന് സങ്കല്പിച്ചോളൂ, ഈ 5 ജൂൾ എന്നും സങ്കല്പിച്ചോളൂ. അപ്പൊ കൈനറ്റിക് എനർജി എത്രയാവണം? 10 ജൂൾ പ്ലസ് അതിന്റെ കൈനറ്റിക് എനർജി സമം 5 ജൂൾ എന്ന് കിട്ടണം. അപ്പൊ കൈനറ്റിക് എനർജി -5 ജൂൾ ആകണം, എന്നാലേ അത് സാധ്യമാകൂ. ബട്ട് കൈനറ്റിക് എനർജി ക്യാൻ നെവർ ബി നെഗറ്റീവ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പാർട്ടിക്കിളിന് 0 മുതൽ എ വരെ എന്തായാലും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇതേ അവസ്ഥ തന്നെയല്ലേ ബീന്റെ അപ്പുറത്തേക്ക് നോക്കിയാലും? അവിടെയും ഇതേപോലെ തന്നെയാണ്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ എ ആൻഡ് ദിസ് പാർട്ടിക്കിൾ കനോട്ട് എക്സിസ്റ്റ്. അവിടെ കണ്ടെത്താൻ കഴിയില്ല. ഇതിന് ഇവിടെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ പാർട്ടിക്കിൾ എക്സ് ഈക്വൽ ടു എ മുതൽ എക്സ് ഈക്വൽ ടു ബി വരെ പാർട്ടിക്കിൾ വരുള്ളൂ. ഇതൊരു സിമ്പിൾ പെൻഡലമാണെങ്കിൽ എയിൽ നിന്ന് തിരിച്ചു പോകും, ബിയിൽ നിന്ന് തിരിച്ചു പോകും. ഇതിന്റെ അപ്പുറത്തേക്കും കിടക്കൂല, ഇപ്പുറത്തേക്കും ബിന്റെ അപ്പുറത്തേക്കും കിടക്കൂല. ഇതിന്റെ ഇടയിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അതിന്റെ പൊസിഷൻ ഒരു സ്പ്രിംഗ് ആണെങ്കിൽ അത് ഇതിന്റെ ഇടയിൽ മാത്രം ഓസിലേറ്റ് ചെയ്യും. So the position of the particle should be less than x should be such that x should be less than should be greater than a and it should be less than b. ഈ ഗ്രേറ്റർ ദാൻ എയും ലെസ് ദാൻ ബിയും ആയ സ്ഥലത്തെ പാർട്ടിക്കിളിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ലെസ് ദാൻ എ ആയ ഇങ്ങോട്ടും എക്സ് ഗ്രേറ്റർ ദാൻ ബി ആയ ഇങ്ങോട്ടും ഈ പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. കാരണം ഈ രണ്ട് സ്ഥലത്ത് ഈ പാർട്ടിക്കിൾ ഉണ്ടാവണമെങ്കിലും അതിന്റെ കൈനറ്റിക് എനർജി നെഗറ്റീവ് വാല്യൂ വരണം. പൊട്ടൻഷ്യൽ എനർജി ഇതാണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ താഴെ ടോട്ടൽ എനർജി വരുന്ന ഒരു സ്ഥലത്ത് പാർട്ടിക്കിളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതിലും കുറവാണ് കൈനറ്റിക് എനർജി എങ്കിൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. പൊട്ടൻഷ്യൽ എനർജിന്റെയും കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജിനെ കുറവാണ് ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായല്ലോ? ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി -5 ജൂൾ ആണെന്ന് പറയും, അതിന്റെ ടോട്ടൽ എനർജി 1 ജൂൾ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. കാരണം -5ലേക്ക് 6 + 6 ജൂൾ കൈനറ്റിക് എനർജിയും കൂടി കൊടുത്താൽ അതിന് 1 ജൂൾ എത്താൻ പറ്റും. ഇനി പൊട്ടൻഷ്യൽ എനർജി -5 ജൂൾ ആണ്, ടോട്ടൽ എനർജി -6 ജൂൾ എന്ന് പറഞ്ഞാലോ ഒരിക്കലും സാധ്യമല്ല. കാരണം -5ൽ നിന്ന് -6 കിട്ടണമെങ്കിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് -1 ജൂൾ ആണ്. -1 ജൂൾ ആണ് അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി ഉണ്ടാവേണ്ടത്. സോ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ.
അപ്പൊ അതിന്റെ ഐഡിയ, ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ ഒരിക്കലും അതിന്റെ ടോട്ടൽ എനർജി കുറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്, the total energy of a particle should always be greater than or equal to its potential energy. Kinetic energy 0 ആണെങ്കിൽ total energy is equal to the potential energy. പൊട്ടൻഷ്യൽ എനർജിനേക്കാൾ കൂടുതലേ ആവുള്ളൂ ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജിനേക്കാൾ കുറവാവില്ല. ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ. അപ്പൊ ഈ ഭാഗത്ത് നോക്കിയാലും ഈ ഭാഗത്ത് നോക്കിയാലും ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിനേക്കാൾ കുറവാണ്. അതങ്ങോട്ട് പഠിച്ചു വെക്കണം. ഒരു പാർട്ടിക്കിളിന്റെ ഫോർ എനി ഒബ്ജക്ട്, ദ ടോട്ടൽ എനർജി ഓഫ് ദി ഒബ്ജക്ട് should be greater than its potential energy. It can never be less than the potential energy. ആ ഒരു ആശയം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിടുക. ഓക്കെ, അപ്പൊ ആൻസർ ബി. ഓ സോറി, ആൻസർ ബി അല്ല, ആൻസർ ഡി ആണ്. ഞാൻ ആൻസർ ഇസ് ഡി. So answer is D. For x less than A and x greater than B. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ബോഡി ഓഫ് മാസ് 0.5 കിലോഗ്രാം travels along a straight line with velocity വന്നില്ല, കംപ്ലീറ്റ് ആയപ്പോഴാണ്. എ ബോഡി ഓഫ് മാസ് 0.5 gram travels along a straight line with velocity v equal to 4x raised to half meter per second. അപ്പൊ നമുക്ക് അതിന്റെ വെലോസിറ്റി പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറും. വേറെ എക്സ് ഈസ് ദി പൊസിഷൻ. ഫൈൻഡ് വർക്ക് ഡൺ ബൈ ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി ഫോർ ഇറ്റ്സ് മോഷൻ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 4 to x is equal to 10 meter. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ആണ്, എക്സർസൈസിലുള്ള ഒരു പ്രോബ്ലം. ചില വാല്യൂസും ഫോമും ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താണ്. ഇതേപോലത്തെ 4x raised to അല്ല, ax raised to 3/2 എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസിലുണ്ട്. അത് നിങ്ങൾ അതേപോലത്തെ പ്രോബ്ലം ആണ്. വാല്യൂസ് 4 എന്നുള്ളതിന് പകരം ഞാൻ എ എന്നുള്ളതിന് പകരം ഞാൻ 4 കൊടുത്തു, 3/2 1/2 ആക്കി ഒന്ന് മോഡിഫൈ ചെയ്താണ്. സോ ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ ഈസി. എന്താണ് വർക്ക് ഡൺ ആണ് കാണാൻ പറഞ്ഞത്, വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റിയും മാസും കിട്ടിക്കഴിഞ്ഞാൽ യു നോ ദി കൈനറ്റിക് എനർജി. എന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. മാസും വെലോസിറ്റിയും കിട്ടിയാൽ യു നോ ദി കൈനറ്റിക് എനർജി. നിങ്ങൾക്ക് കൈനറ്റിക് എനർജി, യു ക്യാൻ കാൽക്കുലേറ്റ് ദി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ഈസി ആയിട്ട് കാണാൻ പറ്റും ഫ്രം ദി വർക്ക് എനർജി തിയറം. സോ അഗൈൻ ലുക്ക് ഫോർ എനി പോസിബിലിറ്റി ഓഫ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ കൈനറ്റിക് എനർജി കാണാം ആദ്യം. കൈനറ്റിക് എനർജി വി തന്നിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിക്കുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാതിരുന്നു. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 0.5 ആണ്. വി എന്ന് പറഞ്ഞാൽ 4x raised to half ആണ്. സോ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 4x raised to half ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 4ന്റെ സ്ക്വയർ ചെയ്താൽ 16 എന്ന് വരും. എക്സ് റേസ് ടു ഹാഫിന്റെ സ്ക്വയർ ചെയ്താൽ എക്സ് റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് ആണ് എക്സ് റേസ് ടു 1/2 പറഞ്ഞാൽ. റൂട്ട് ഓഫ് എക്സിനെ പവറിന്റെ ഫോമിൽ എഴുതിയാൽ ഇറ്റ് ഈസ് എക്സ് റേസ് ടു 1/2. സോ എക്സ് റേസ് ടു 1/2 സ്ക്വയർ ചെയ്താൽ എക്സ് ആണ് കിട്ടുക. സോ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 16 ഇൻറ്റു എക്സ് എന്ന് വരും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4x എന്ന ആൻസർ വരും. അപ്പൊ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ 4x എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു 0 കൈനറ്റിക് എനർജി 0 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 കൈനറ്റിക് എനർജി 4 ജൂൾ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 കൈനറ്റിക് എനർജി 8 ജൂൾ ആണ്. അതാണ് ഈ പറഞ്ഞ ഇക്വേഷന്റെ അർത്ഥം. അപ്പൊ ഇനി നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 4 മീറ്റർ മുതൽ എക്സ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ വരെയാണ് ഉള്ള കേസാണ് ചോദിച്ചത്. അപ്പൊ എക്സ് 4 മീറ്റർ ആകുമ്പോൾ എത്രയാണ് കൈനറ്റിക് എനർജി നോക്കണം. എക്സ് 10 മീറ്റർ ആകുമ്പോൾ എത്രയാണ് കൈനറ്റിക് എനർജി നോക്കണം. ആ രണ്ട് വാല്യൂസിന്റെയും ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ത്, വർക്ക് ഡൺ. ദാറ്റ് ഈസ് ദി വർക്ക് എനർജി. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. സോ എക്സ് 10 മീറ്റർ ആവും 4 മീറ്റർ ആകുമ്പോൾ 4 ഇൻറ്റു 4x അല്ലേ, 4 ഇൻറ്റു എക്സ് 4 എന്ന് കൊടുത്താൽ 16 ജൂൾ എന്ന് വരും. എക്സ് 10 മീറ്റർ ആകുമ്പോൾ ഇറ്റ് ഈസ് 4 ഇൻറ്റു 10 ദാറ്റ് ഈസ് 40 ജൂൾ, 40 ജൂൾ ഇത് കിട്ടും. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 16 ജൂൾ, ഫൈനൽ കൈനറ്റിക് എനർജി 40 ജൂൾ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് നമുക്കറിയാം. So kf minus ki, W is equal to final kinetic energy minus initial kinetic energy, that is 14 minus 60, that is 24 joule. So 24 joule is the answer. So answer is B. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ നോക്കാം. വളരെ കുറച്ച് ആളുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലേ ഇത്? യെസ്.
വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, മിക്കവാറും ആളുകളൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളും ഇതിന് എ എന്നാണ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. വൈ ദേ ചൂസ് എ ചൂസ് ചെയ്യാൻ എന്താണ് കാരണമാവും? എ 40 ജൂളാണ്. x = 10 മീറ്ററിലുള്ള കൈനറ്റിക് എനർജി അതേപോലെ എഴുതും. അങ്ങനെയല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡൺ, ടോട്ടൽ കൈനറ്റിക് എനർജി അല്ല. x = 4 മീറ്റർ മുതൽ x = 10 മീറ്റർ വരെ ചെയ്ത വർക്കാണ് കാണുന്നത്. x = 0 to x = 10 മീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ ഇറ്റ് ഈസ് 40 ജൂൾ. അപ്പോ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, ഇനിയും പറയാം. കൂടുതൽ ആളുകൾ തെറ്റിച്ച്, വളരെ കുറഞ്ഞ ആളുകളെ ശരിയാക്കിയിട്ടുള്ള ഈ ചോദ്യം. വർക്ക് എനർജി തിയറം കറക്റ്റ് മനസ്സിലായാൽ ഇതൊന്നും ഒരു പ്രശ്നവുമില്ല, വളരെ ഈസിയാണ്. സോ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ വുമൺ pushes a trunk on a rough surface by applying a constant force of 100 Newton and moves 10 meter. Then the force is linearly reduced to 50 Newton. അപ്പൊ ആദ്യം 100 ന്യൂട്ടൺ കൊടുത്തു, 10 മീറ്റർ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ക്രമേണ വളരെ ഗ്രാജുവൽ ആയിട്ട് ക്രമമായിട്ട് അത് കുറച്ചിട്ട് 50 ന്യൂട്ടണിലെത്തി. അപ്പോഴേക്ക് 10 മീറ്റർ കൂടി സഞ്ചരിച്ചിരുന്നു. അപ്പൊ ടോട്ടൽ 20 മീറ്റർ ആണ്. അപ്പൊ ആദ്യത്തെ 10 മീറ്റർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, പിന്നത്തെ 10 മീറ്റർ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ മൊത്തം മോഷനിലും ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എപ്പോഴും 50 ന്യൂട്ടൺ ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്ര? അപ്പൊ അവിടെ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് കാണണം, അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്കും കാണണം, രണ്ടും കൂടി സം ചെയ്യണം. അപ്പോഴാണ് നെറ്റ് വർക്ക് കിട്ടുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ ആദ്യത്തെ 10 മീറ്ററിൽ ചെയ്ത വർക്ക് കാണാൻ ഈസിയാണ്, കാരണം കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 100 × 10,000 ജൂൾ ആയിരിക്കും ഫസ്റ്റത്തെ 10 മീറ്ററിൽ ചെയ്ത വർക്ക്. ആര് ചെയ്ത വർക്ക്? അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക്. പിന്നെ ഉള്ള 10 മീറ്ററിൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് കാണാൻ നിങ്ങൾക്ക് 50 ന്യൂട്ടൺ ഇൻറ്റു 20 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ ആണ് പിന്നെ ബാക്കിയുള്ളത്. സോ 50 ന്യൂട്ടൺ ഇൻറ്റു 10 മീറ്റർ അത് ചെയ്യാൻ പറ്റില്ല, കാരണം ദ ഫോഴ്സ് ഈസ് ലീനിയർലി റെഡ്യൂസ്ഡ്, ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷൻ ഇവിടെ തന്നിട്ടില്ല. Then the only way is draw a graph. So you first draw the force displacement graph. എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് മാർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫ് വരക്കണം. അപ്പൊ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഇതും ഈ ഗ്രാഫ് ഉപയോഗിച്ച് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലം. അപ്പോ ഇതാണ് 50 ന്യൂട്ടൺ ഉണ്ട്, 100 ന്യൂട്ടൺ ആവശ്യമുണ്ട്. -50 ന്യൂട്ടൺ ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ -50 ന്യൂട്ടൺ. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദി ട്രങ്ക് 50 ന്യൂട്ടൺ എന്നാണ് തന്നത്. ഫ്രിക്ഷൻ ആയതുകൊണ്ട് അത് അപ്ലൈഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കും, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗറ്റീവ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -50 ന്യൂട്ടൺ. പിന്നെ 10 മീറ്റർ ഉണ്ട്, ഒരു പ്രധാന പോയിന്റ് ആണ്. 10 മുതൽ പിന്നെ അടുത്തത് 20 മീറ്റർ ആണ്. സോ ഇനി ഗ്രാഫുകൾ വരും. അപ്പൊ ഇനി നോക്കുക നിങ്ങൾ, ഇതാണ് എ ബി എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആദ്യത്തെ 10 മീറ്ററിൽ 100 ന്യൂട്ടൺ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് എന്ന് പറഞ്ഞതാണ് എ ബി എന്ന് പറയുന്ന ലൈൻ. അവിടുന്ന് അങ്ങോട്ട് അടുത്ത 10 മീറ്ററിൽ 10 മുതൽ 20 മീറ്റർ വരെ ഫോഴ്സ് സാവധാനം കുറച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വരക്കാനുള്ള കാരണം ഈ വേർഡാണ്. ദ ഫോഴ്സ് ഈസ് ലീനിയർലി റെഡ്യൂസ്ഡ്. ലീനിയർലി എന്ന് പറഞ്ഞാൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ആയിട്ട്. അതിന്റെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ് എവിടെയെങ്കിലും നിങ്ങൾ ലീനിയർ ഫംഗ്ഷൻ ലീനിയർലി എന്ന് കണ്ടത്. സോ ദ ഫോഴ്സ് ഈസ് നീ ക്രമമായിട്ട് ഓർഡർലി ഗ്രാജുവലി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം. ക്രമേണ ബിയിൽ നിന്ന് 20 മീറ്റർ എത്തുന്ന സി, അപ്പൊ 50 മീറ്ററിലുള്ള പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക, ബിയിൽ നിന്ന് അങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സോ ദിസ് ഈസ് ദി ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ഫോഴ്സ് ഫ്രം 100 ന്യൂട്ടൺ ടു 50 ന്യൂട്ടൺ. അപ്പൊ ഇങ്ങനെയാണ് വരക്കേണ്ടത്. സോ ദിസ് ഈസ് ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. പിന്നുള്ള ഫോഴ്സ് ഏതാ? ഫ്രിക്ഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, -50 ന്യൂട്ടൺ ആണ് എപ്പോഴും. അപ്പൊ എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ദ ഏരിയ ഓഫ് ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈസ് അനദർ വേ ടു ഫൈൻഡ് ദി വർക്ക് ഡൺ. സോ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് കാണണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിന്റെയും ഈ ഡിസ്പ്ലേസ്മെന്റ് മാർക്ക് ചെയ്ത എക്സ് ആക്സിസിന്റെയും തമ്മിലുള്ള ഏരിയ കാണാം.
അപ്പൊ ആ ഏരിയ എങ്ങനെയാ കാണുക? ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? ABCNO ഏരിയ. അതാണ് ഈ ABC എന്ന് പറയുന്ന ഈ കർവും എക്സ് ആക്സിസ് തമ്മിലുള്ള ഏരിയ, അതിന്റെ ഇടയിൽ വരുന്ന ഏരിയ കാണണമെങ്കിൽ ABCNO അത് കാണുക. കണ്ടാൽ ഈസിയാണ്. നമ്മൾക്ക് പല രീതിയിലും കാണാം. ഈ 3 പ്ലസ് ഇത് കാണാം, അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ കാണാം, അല്ലെങ്കിൽ മൊത്തം ഈ വലിയ റെക്ടാങ്കിള്, പിന്നെ ഈ റെക്ടാങ്കിൾ, പിന്നെ ഈ ട്രയാങ്കിൾ, അങ്ങനെയും കാണാം. സോ 10 into 100. സോ ദിസ് ഈസ് 10 into 100. ഞാനിപ്പോ ഇതാണ് ഒന്നെടുത്ത് 10 into 100 പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ABFO. പിന്നെ 10 into 50 എന്ന് പറഞ്ഞാൽ ഈ FECNF, ഈ റെക്ടാങ്കിളുടെ ഏരിയ. ആദ്യം ഞാൻ ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടു. ദാറ്റ് ഈസ് ഈ ഡയറക്ഷനിൽ 100 ആണ്, ഈ ഡയറക്ഷനിൽ 10 ആണ്. സോ 10 into 100. പിന്നെ ഈ ചെറിയ റെക്ടാങ്കിൾ, ഇയിൽ തുടങ്ങി CNFE വരെ പൂർത്തിയാകുന്ന ഈ ചെറിയ റെക്ടാങ്കിൾ, അതിൻ്റെ ഈ ഹൈറ്റ് 50 ആണ്. ഈ ഹൈറ്റ്, ഈ ലെങ്ത് 10 ആണ്. സോ 10 into 50 പ്ലസ് ഇനി ഈ ട്രയാങ്കിൾ BECB, ഈ ട്രയാങ്കിൾ ഹാഫ് BH എന്ന് വരും. സോ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ EC, ദാറ്റ് ഈസ് 10, EC വരെയുള്ളത് 10, H എന്ന് പറഞ്ഞാൽ EB ഹൈറ്റ്, ദാറ്റ് ഈസ് 50. 100 ഇവിടെ 50. അപ്പൊ 100 - 50 പറഞ്ഞാൽ ഇത് 50 ആണ്. ഈ ലെങ്ത് 50 ആണ്. സോ ഹാഫ് ഇൻറ്റു 10 into 50. ഇത് ചെയ്താൽ 1750 ജൂൾ എന്ന് വരും. ഇത് ആര് ചെയ്ത വർക്കാണ്? അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്കാണ്. ഇനി അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് കാണണം. വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? ഈ GD എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതും എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ എന്ന് പറയുന്നത് GD ഇതിന്റെ ഏരിയ ആണ്. പക്ഷെ ഇതിൽ ഈ സൈഡ് നെഗറ്റീവ് ആണ്, അത് മറക്കരുത്. അപ്പൊ -50 ആണ് ഇവിടെ എടുക്കേണ്ടത്. -50 into this 20. സോ -50 into 20 എന്ന് പറയുമ്പോൾ -1000 ജൂൾ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് കിട്ടി -1000 ജൂൾ. ദാറ്റ് മൈനസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിന്റെ ഏരിയ പ്ലസ് ആയിട്ട് എഴുതിയിട്ട്, സിൻസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദി മോഷൻ ഓഫ് ദി ബോഡി, ദ വർക്ക് ഡൺ ഷുഡ് ബി നെഗറ്റീവ്. സോ ദ വർക്ക് ഡൺ ഈസ് -1000 ജൂൾ എന്ന് എഴുതിയാലും മതി. സോ -1000 ജൂൾ ആയിരിക്കും വർക്ക് ഡൺ. ഇത് പ്ലസ് ആണ്, അപ്പൊ അത് മൈനസ് ആവണം. പ്ലസ് പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് ഫോഴ്സ് ചെയ്ത വർക്കും കിട്ടി. ടോട്ടൽ വർക്ക് ഡൺ അപ്പൊ എന്താണെന്ന് ഇത് രണ്ടും കൂട്ടിയാൽ മതി. -1000 പ്ലസ് 1750 കൂട്ടിയാൽ 750 ജൂൾ വരും. സോ ദിസ് ഈസ് ദി ആൻസർ, 750 ജൂൾ. ഓക്കെ. അപ്പൊ ഇത് ഗ്രാഫ് വരച്ച് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. ഗ്രാഫ് വരച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ plot by using force displacement graph, the distance, the net work done by the trunk is അല്ലെങ്കിൽ trunk from the force displacement graph is എന്ന് ചോദിക്കണം എന്നായിരുന്നു. എനിക്ക് തോന്നിയത് വേണ്ട, ഫ്രം ദി ഗ്രാഫ് എന്നുള്ള പാർട്ട് ഒഴിവാക്കണം. ഓക്കെ, ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കാം. ഇത് വളരെ കുറഞ്ഞ ആളുകളെ ചെയ്തിട്ടുള്ളൂ. ആകെ 5 പേരാണ് 140 കറക്റ്റ് റെസ്പോൺസ് വന്നതിൽ 140 ആളുകൾ ഉത്തരം എഴുതിയതിൽ 5 പേർക്ക് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷേ തെറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതാത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും. സോ യു വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം. ഈ ഗ്രാഫ് എന്നുള്ള ഐഡിയ വരാത്തതുകൊണ്ടായിരിക്കും അധികം ആളുകൾക്കും കിട്ടാത്തത്. വേറെ വഴിയില്ല നമുക്ക് ഗ്രാഫ് വരക്കല്ലാതെ. കാരണം ഇവിടെ ഗ്രാജുവലി റെഡ്യൂസ്ഡ്, ലീനിയർലി റെഡ്യൂസ്ഡ്. ഈ then the force is reduced and maintained constant from x is equal to 10 meter to 20 meter at 50 Newton എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരിക. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഇല്ലാത്ത തന്നെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ഇവിടെ ഈ കോൺസ്റ്റന്റ് അല്ലാത്തൊരു ഫോഴ്സ് വേരി വന്നതുകൊണ്ടാണ് ഗ്രാഫ് വരക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ വേണം. ഇക്വേഷൻ തന്നിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി അപ്പൊ ആ ക്വസ്റ്റ്യൻ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. നീ ഇപ്പൊ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കണവര് നോക്കി മനസ്സിലാക്കി, മനസ്സിലാവാത്ത ഭാഗം ചോദിക്കുക. ഇത്
ഇത് മറ്റൊരു ഇതെന്താ വെച്ചാൽ ഇത് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ സ്ലൈഡ് വെച്ച് ഞാൻ ചെയ്തതാണ്. അതിൽ ഈ ചൂസ് ദി കറക്റ്റ് ആൻസർ. ഒന്ന്, a comet moves in highly elliptical orbit. The net work done by the gravitational force on the comet over a complete orbit is 0. സിമ്പിൾ ആണ്. കംപ്ലീറ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തും. ഏത് ഷേപ്പുള്ള ഓർബിറ്റാലും ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആകും. സോ നെറ്റ് വർക്ക് ഡൺ ഈസ് 0. ഉറപ്പാണ്. അപ്പൊ ഒന്നാമത്തെ ട്രൂ ആണ്. രണ്ടാമത്തെ നോക്കാം. When the work done by a conservative force on a body is positive, potential energy of the body decreases. Work done by the conservative force on a body is positive, potential energy of the body decreases. ഇത്തരം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു വസ്തുവിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആകുന്നു എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിക്കാം. എപ്പോഴും കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അണ്ടറിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ലിഫ്റ്റിംഗ് എ സ്റ്റോൺ അല്ലെങ്കിൽ ഫാളിംഗ് എ സ്റ്റോൺ. ലിഫ്റ്റിംഗ് എ സ്റ്റോൺ എന്ന് പറയുന്ന കേസിൽ സ്റ്റോൺ മുകളിലേക്കാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഏതാണ്? അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുമാണ്. അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് അവിടെ നെഗറ്റീവാണ്. പക്ഷെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തു. മറ്റൊരു രീതിയിൽ പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്റ്റോൺ ഇൻക്രീസ്ഡ് ബട്ട് ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഇത് നേരെ തിരിച്ചുള്ള സിറ്റുവേഷൻ നോക്കുക. ഒരു ഒബ്ജക്റ്റ് ഒരു എച്ച് ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നു. താഴേക്ക് വീഴുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരികയാണ്. പക്ഷെ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആയപ്പോൾ വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരികയാണ്. വസ്തു താഴേക്ക് വീഴുമ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആവുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളടത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ഒബ്ജക്ട് എന്നുള്ളടത്ത് ഒരു സ്റ്റോൺ എന്തെങ്കിലും കാണാം, ഒരു ബോഡി എന്നുള്ള സ്റ്റോൺ എന്തെങ്കിലും കാണാം. അത് താഴേന്ന് മുകളിൽ താഴേക്ക് വീഴുന്ന കേസ് എടുത്താൽ ഇത് എക്സാമ്പിൾ ആയി. ഇനി അല്ല താഴേന്ന് മുകൾക്കുള്ള എടുത്താൽ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് അവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തു. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി ഇൻക്രീസസ്. അപ്പൊ ഇനി തിരിച്ചു പറയാം, ഇഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് പോസിറ്റീവ് ദെൻ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. അപ്പൊ കറക്റ്റ് ആണ്. കല്ല് മുകളിലേക്ക് പൊക്കുന്ന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടുള്ള എക്സാമ്പിൾ നോക്കിയാൽ മതി. അല്ലെങ്കിലും നമ്മളെ ഒരു ഈ ചാപ്റ്റർ ക്ലാസ് എടുത്തപ്പോ ഒരു കൺസെപ്റ്റ് ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഈസ് ദി നെഗറ്റീവ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആകുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ, മീൻസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇതെന്നത് മനസ്സിലാക്കാം. സോ ഇറ്റ് ഈസ് ട്രൂ. The third is in inelastic collision between two bodies, the final kinetic energy is usually less than the initial kinetic energy, but not always. ഇത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ചോദിക്കുകയാണെങ്കിൽ പറയാന്ന് കരുതിയിട്ട് ഡ്രോപ്പ് ചെയ്താൽ. എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ ഒക്കെ ഒന്നും പുതിയതായിട്ടുള്ളതല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ എക്സർസൈസിലുള്ള ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അതിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ, ഒന്നും പുറത്തുനിന്നുള്ളതല്ല. അതുകൊണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന. ഓക്കെ. അപ്പൊ ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല, നോർമലി കൈനറ്റിക് എനർജി ലോസ് ഉണ്ട്. അപ്പൊ ഇത്രയും പാർട്ട് നമുക്ക് ഓക്കെയാണ്. ഫൈനൽ കൈനറ്റിക് എനർജി യൂഷ്വലി ലെസ് ദാൻ ദി ഇനീഷ്യൽ കൈനറ്റിക് എനർജി. പിന്നെ ഇവിടെ ഒരു ബട്ട് നോട്ട് ഓൾവേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്നില്ല. മിക്ക കേസിലും ശരിയാണ്. അത് ശരിയാവാത്ത ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒന്നും ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ശരിയാവാത്ത അപൂർവ ചില സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മളെ മൈക്രോസ്കോപ്പിക് വേൾഡിലല്ല, നമ്മളെ ന്യൂക്ലിയർ ലെവലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ന്യൂക്ലിയർ ഫിഷൻ പഠിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ. യുറേനിയം ന്യൂക്ലിയസിലേക്ക് ഒരു ന്യൂട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ ന്യൂട്രോണിനെ യുറേനിയം ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ആൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പിന്നെ സംഭവിക്കുന്നത് യുറേനിയം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഫ്രാഗ്മെന്റ്സ് ആകും. പിന്നെ 2, 3, 4 ഒക്കെ ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യും. അത് പറയാൻ പറ്റില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഏറ്റവും സിമ്പിൾ കേസ് ആയിട്ട് അസ്യൂം ചെയ്യാവുന്നത് 2 ഫ്രാഗ്മെന്റ്സ് ആവും, 3 ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യും. അവിടെ ഈ റെസ്റ്റിലിരിക്കുന്ന ഒരു യുറേനിയം ന്യൂക്ലിയസിലേക്ക്
ഒരു സ്ലോ വെലോസിറ്റി ഉള്ള കുറഞ്ഞ വേഗതയിലുള്ള ഒരു ന്യൂട്രോൺ ആണ് ഹിറ്റ് ചെയ്യുക. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ആ ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി ഉള്ളൂ. യുറേനിയം ന്യൂക്ലിയസ് അവിടെ റെസ്റ്റിലാണ്. പക്ഷേ കൊളീഷന്റെ ശേഷം ന്യൂക്ലിയർ ഫിഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസും ന്യൂട്രോൺസിനും ഒക്കെ വളരെ ലാർജ് കൈനറ്റിക് എനർജി ആണല്ലോ. വെരി ലാർജ്, വെരി ഹൈ കൈനറ്റിക് എനർജി. അതാണ് ന്യൂക്ലിയർ ഫിഷന്റെ ഗുണം തന്നെ, എനർജി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അവിടെ ഫൈനൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജിന്റെ ഒരുപാട് കൂടുതലാണ്. അതിന്റെ കാരണം ന്യൂക്ലിയറിന്റെ ഉള്ളിലുള്ള മാസ്, ചെറിയൊരു മാസ് ഡിഫക്റ്റ് ഉണ്ട്. അത്രയും ചെറിയൊരു എമൗണ്ട് ഓഫ് മാസ് ഈസ് ഈക്വൽ ടു mc² എന്നുള്ള രീതിയിൽ എനർജി ആയിട്ട് മാറി. അപ്പൊ മാസ് എന്നുള്ള ഫോമിൽ നിന്ന് എനർജി കൈനറ്റിക് എനർജി എന്നുള്ള ഫോമിലേക്ക് വന്നത് കൊണ്ട് അവിടെ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്, മൊമെന്റം കൺസർവേഷൻ ഒക്കെ വാലിഡ് ആണ്. പക്ഷേ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയേക്കാൾ കൂടുതലായിരിക്കും ആ കേസിൽ ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പൊ അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞത് ശരിയല്ലാതെ വരാറുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും, അത് മനസ്സിലാക്കാം. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദി മാക്രോസ്കോപ്പിക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കൊളീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇഫ് ദർ ഈസ് അൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ലെസ് ദാൻ ഇനീഷ്യൽ കൈനറ്റിക്. അതിന്റെ വയലേഷൻസ് വളരെ ചെറിയ അല്പം ചില കേസുകളിൽ ഇങ്ങനെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ട് നോട്ട് ഓൾവേസ് ഉള്ളത് കറക്റ്റ് ആണ്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. യൂഷ്വലി അത് ഇങ്ങനെ തന്നെയാണ്, ലെസ് ദാൻ ഫൈനൽ കൈനറ്റിക് എനർജി, ലെസ് ദാൻ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. പക്ഷെ അപൂർവം ചില കേസിൽ അങ്ങനെ അല്ലാത്തതുമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് മനസ്സിലാക്കുക. ന്യൂട്രോൺ വന്ന് യുറേനിയം ന്യൂക്ലിയസിനെ ഇടിക്കുന്നു. അപ്പൊ യുറേനിയം ന്യൂക്ലിയസിനെ അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നീട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന വരെയുള്ളത് കൊളീഷന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? യുറേനിയം ഇല്ല, പകരം 2 ഫ്രാഗ്മെന്റ്സ് ആണ്. വേറെ 2 ന്യൂക്ലിയസ് ആയിട്ട് പോകുന്നു. അതോടൊപ്പം 3 ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആ ഫ്രാഗ്മെന്റ്സിന്റെയും ന്യൂട്രോൺസിന്റെയും കൈനറ്റിക് എനർജി ഓൾവേസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇൻകമിംഗ് സ്ലോ ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ ആൻസർ ബി. ഒന്നും കൂടി ഉണ്ട്, വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം ഇസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എക്സ്പ്രസ്. ഞാൻ അതേപോലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നത്തിങ് ബട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെയാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഓൾ ആർ ട്രൂ. അടുത്ത ഇതിൽ സംശയമില്ലല്ലോ, പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. വേണമെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. പക്ഷേ കുറച്ച് പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഓൺലി 26, 26 ആളുകളെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മിക്കവാറും ആളുകൾക്ക് ആ കൈനറ്റിക് എനർജി, ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ള ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ സ്റ്റേറ്റ്മെന്റിലായിരിക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതും കുറെ ആളുകൾ തെറ്റിച്ചതായിട്ടാണ് തോന്നുന്നത്. 2 particles moving as shown in figure undergoes elastic collision. Final speed of mass m1 is given by the equation. മാസ് ഇതിന്റെ ഫൈനൽ സ്പീഡുള്ള ഇക്വേഷൻ ഏതാണെന്ന് ഇവിടെ നോക്കൂ. ഞാന് നിങ്ങളെ ബുക്കിൽ കൊളീഷൻ, നിങ്ങളെ ക്ലാസ്സിൽ കൊളീഷൻ പഠിപ്പിച്ചപ്പോ ഇതേപോലത്തെ ഡയഗ്രാം വരച്ചിരുന്നു. പക്ഷെ അവിടെ ഈ m2ന്റെ വെലോസിറ്റിയും ഈ ഡയറക്ഷനിലാണ്. u1ഉം u2ഉം ഒരേ ഡയറക്ഷനിലുള്ള കൊളീഷനാണ് ഇക്വേഷനാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അതായത് ആ ചിത്രം ഇതായിരുന്നു. u1 ഈ ഡയറക്ഷനിൽ, u2 ഈ ഡയറക്ഷനിൽ. കേട്ടോ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒന്ന് ഈ ഡയറക്ഷനിൽ, ഒന്ന് ഓപ്പോസിറ്റ്. ഈ മാസ് m2 ഇങ്ങോട്ടാണ് ഈ കേസിൽ മൂവ്. സോ ദ ഓൺലി ഡിഫറൻസ്, ഈ പിക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, u2ന്റെ സൈനിൽ മാറ്റമുണ്ട്. u2 ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ -u2. അപ്പൊ ഇങ്ങനെ ഡയഗ്രാം വരച്ച് ഈ സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. v1 കാണാനുള്ള ഇക്വേഷൻ m1 - m2 divided by m1 plus m2 into u1 plus 2m2 by m1 plus m2 into u2. This is valid for this situation. പക്ഷെ ഇത് ഇവിടെ ഉപയോഗിക്കാം, എവിടെയും ഉപയോഗിക്കാം. പക്ഷെ ഇത് വേണം, ഇത് ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ വരച്ച ചിത്രം നമ്മുടെ മനസ്സിൽ വേണം, നിർബന്ധമാണ്. ഇവിടെ എല്ലാ വെലോസിറ്റീസും ഒരേ ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ u2 എന്ന് പറയുന്നത് u1ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഇതിന് പറ്റിയ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ u2ന് പകരം -u2 എന്ന് റീപ്ലേസ് ചെയ്യണം. സോ റീപ്ലേസിങ് u2 വിത്ത് -u2, നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടുക? v1 is equal to, ഇതിന് മാറ്റമൊന്നും വരില്ല, m1 - m2 divided by m1 plus m2 into u1 -u2 എന്ന് വരുമ്പോൾ ഇത് മൈനസ് ആവും, -2m2 by m1 plus m2 into u2. അപ്പൊ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. പല ആളുകളും ഇത് ഒറ്റയടിക്ക് എഴുതിയിട്ടുണ്ടാവും, കാരണം ഇത് കൊളീഷൻ ഡയറക്റ്റ് ചോദ്യമാണെന്ന് കരുതി. അങ്ങനെയല്ല, ചെറിയൊരു മാറ്റം വരുത്തിയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, the next question,
A bullet of mass 30 gram fired along horizontal hits on a lead block of mass 5.97 kilogram and comes to rest inside the block. The block then moves with speed 1 meter per second in the direction of the bullet. അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റിന്റെ ഇനീഷ്യൽ സ്പീഡ് എന്താണ്? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇൻഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ബുള്ളറ്റ് നേരെ ചെന്ന് ലെഡ് ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യാണ്. ബുള്ളറ്റും ലെഡ് ബ്ലോക്കും കൂടി ഒറ്റ യൂണിറ്റ് ആയി. പിന്നീട് ആ മൊത്തം ബ്ലോക്കാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സോ കൊളീഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. M1 തന്നിട്ടുണ്ട് 30 gram 0.03 കിലോഗ്രാം, M2 5.97 കിലോഗ്രാം. U1 ആണ് നമുക്ക് കാണേണ്ടത്. V1 meter, V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി കമ്പൈൻഡ് M1 ആൻഡ് M2 ദാറ്റ് ഈസ് 1 meter per second തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് അതിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാമത് ദാറ്റ് ഈസ് M1 U1 plus M2 U2 divided by M1 plus M2. ഈ കേസിൽ U2 0 ആണ്. ദ സെക്കൻഡ് ലെഡ് ബ്ലോക്ക് റെസ്റ്റ് ആണ്. അപ്പൊ ആ ലെഡ് ബ്ലോക്കില് റെസ്റ്റിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. കാരണം ഈ കൊളീഷൻ നടന്നതിന് ശേഷമാണ് ലെഡ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്, അതിന് മുന്നല്ല. ദ ബ്ലോക്ക് ദെൻ മൂവ്സ്. അപ്പോ കൊളീഷൻ ഇനീഷ്യലി ദ ലെഡ് ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ്, സോ U2 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. U2 0 എന്ന് കൊടുത്താൽ ദിസ് വിൽ ബിക്കം M1 by M1 plus M2 into U1. ഇതിൽ നിന്ന് V നമുക്കറിയാം 1 meter per second. U1 ആണ് കാണേണ്ടത്. M1 അറിയാം, M2 അറിയാം. അപ്പൊ U1 ഇക്വേഷൻ ആക്കി ഇത് മാറ്റണം. സോ U1 is equal to V into M1 plus M2 divided by M1 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഇതുണ്ടാക്കാം. ഇതിലുള്ള എല്ലാ ആളുകളെയും അറിയാം. V അറിയാം, M1 അറിയാം, M2 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U1 എന്ന് പറഞ്ഞാൽ V into M1 plus M2 by M1 which is equal to M1 എന്ന് പറഞ്ഞാൽ U എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ 1, so 1 meter per second. So 1 into M1 is 0.03 kilogram plus 5.97 kilogram all divided by 0.03 kilogram. So കൂട്ടിയാൽ 6 എന്ന് കിട്ടും. 6 into 1 എന്ന് പറഞ്ഞാൽ 6 തന്നെ. So 6 divided by 0.03 that's equal to 200 എന്ന് കിട്ടും ചെയ്താൽ. So 200 meter per second. So the answer is T. Okay. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A body of mass 5 kilogram initially at rest moves under a horizontal force of 20 Newton. In the direction of the force, find work done the force in 10 seconds. 5 കിലോഗ്രാം ഭാരമുള്ള വസ്തു ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 20 ന്യൂട്ടൺ ആണ്. ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ആ വസ്തു ഇങ്ങനെ മൂവ് ചെയ്യാണ്. 10 സെക്കൻഡ് കഴിഞ്ഞ് മൊത്തം 0 മുതൽ 10 സെക്കൻഡ് വരെയുള്ള സമയത്ത് ആ ഫോഴ്സ് ചെയ്ത ടോട്ടൽ വർക്ക് എത്രയാണ്? അപ്പൊ അതിന് ഈ 10 സെക്കൻഡ് സമയത്ത് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാണണം. S is the displacement in 10 seconds എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻടു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്. വെക്ടർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ്. സോ F into S into cos 0 ദാറ്റ് ഈസ് F into S. അപ്പൊ എസ് കാണാന്നുള്ളതാണ്. എഫ് നമുക്കറിയാം 20 ന്യൂട്ടൺ ആണ്. എസ് കണ്ടെത്തിയാൽ സൊല്യൂഷൻ ആയി. ഡിസ്പ്ലേസ്മെന്റ് കാണാന്നുള്ളതാണ്. നമുക്ക് എന്താണ് തന്നത്? ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഫോഴ്സും മാസും കിട്ടിയാൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉണ്ട് F is equal to ma. അതിൽ നിന്ന് ആക്സിലറേഷൻ കാണാം. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡയറക്റ്റ് ആയിട്ടല്ല, F is equal to ma എന്നുള്ള ഇക്വേഷൻ A is equal to F by m വെച്ചിട്ട് ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഗോ ടു ദി ഓൾഡ് 1 dimensional മോഷൻ ചാപ്റ്റർ, മോഷൻ ഇൻ 1 dimension ചാപ്റ്റർ, ആൻഡ് ദർ വാസ് ദി ഇക്വേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ S is equal to ut plus half a t square. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പേ പഠിച്ചതാണ്. U 0 ആണ്. F A കാണണം. അപ്പൊ A എന്ന് പറഞ്ഞാൽ F is equal to ma എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. F തന്നിട്ടുണ്ട്, or A equal to F by m. അപ്പൊ 20 ന്യൂട്ടൺ ആണ് F, M 5 കിലോഗ്രാം ആണ്. സോ ഇറ്റ് ഈസ് 4 meter per second square. ആക്സിലറേഷൻ കിട്ടി. U0 T 10 സെക്കൻഡ്. അപ്പൊ A T U ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് S കിട്ടും. സോ S is equal to ut plus half a t square. U0 ആണ്. സോ 0 plus half into 4 into 10 square. ഇത് ചെയ്താൽ 200 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ F കിട്ടി, S കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് 200 മീറ്റർ എന്ന് കിട്ടി. ഇനി ഈസിയാണ്. സോ W is equal to F into S. F എത്രയാണ്? 20 ന്യൂട്ടൺ. 20 into 200. സോ ദാറ്റ് ഈസ് 4000 ജൂൾസ്. So 4000 joule എന്നുള്ള ആൻസർ B ആണ്. So answer is B. So that is it. അടുത്തത് 15ാമത്തെ ചോദ്യം. ഇത് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മുൻപ്
2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ ഓഫ് മാസ് 4m കിലോഗ്രാം, 4m കിലോഗ്രാം, സോ m into 4 കിലോഗ്രാം അറ്റ് റെസ്റ്റിലായിരുന്നു ഇനീഷ്യൽ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്ലോഡ്സ് ഇൻ ടു 3 ഫ്രാഗ്മെന്റ്സ്, 3 ഭാഗങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുന്നു. 2 of the fragments have same mass, അതിൽ രണ്ടാൾക്ക് ഒരേ മാസ് ആണ്. And they move along mutually perpendicular direction with the same speed. ആ ഒരേ മാസുള്ള രണ്ടാളുടെയും വേഗത ഒരേ സ്പീഡ് ഒന്ന് തന്നെയാണ്, പക്ഷെ അവ മൂവ് ചെയ്യുന്ന ദിശ പരസ്പരം ലംബമായ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദിശയിലാണ്. ഒന്ന് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വൈ ആക്സിസിൽ മൂവ് ചെയ്യും. സെയിം സ്പീഡ് v മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ ഈസ് mv² ടേമിലാണ് ചോദിച്ചിട്ടുള്ളത്. mv², 2/3 mv², 3/2 mv², ഹാഫ് mv², ഏതാണ് കറക്റ്റ്? 3 മാർക്ക് ഉണ്ട്. സോ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു. സോ ഇനീഷ്യൽ മൊമെന്റം p ഷുഡ് ബി 0. ഇനി 3 ഫ്രാഗ്മെന്റ്സ് ആയി. ലെറ്റ് m1 m2 m3 ബി ദി മാസസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ. അങ്ങനെ വിചാരിക്കുക. m1 m2 m3 ആണ് 3 ഫ്രാഗ്മെന്റ്സിന്റെ മാസ്. അപ്പൊ തന്നിട്ടുണ്ട് 2 ഫ്രാഗ്മെന്റ്സിന് ഒരേ മാസ് ആണ്. സോ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന് എടുത്തു. ഒരേ മാസ് m ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ m3 എത്രയായിരിക്കും? 2m ആയിരിക്കും. അതെങ്ങനെയാ? m1നും m, m2നും m. അപ്പൊ m1ന്റെയും m2ന്റെയും ടോട്ടൽ മാസ് 2m ആവും. ആകണ്ടായിരുന്ന മാസ് 4m ആണ്. ബാക്കി പിന്നെ m3ക്കാണ് ഉണ്ടാവുക. 3 ഫ്രാഗ്മെന്റ്സ് ആണ് ആയത്. ആകെയുള്ള മാസ് 4m ആണ്. രണ്ടാൾക്കും m ആണ് മാസ്. അപ്പൊ അവ രണ്ടും കൂടി കൂടിയാൽ 2m മാസായി. ഇനി ബാക്കിയുള്ളത് ഒരു 2m മാസാണ്. 2m + 2m ആണല്ലോ 4m. ഈ 3 ഫ്രാഗ്മെന്റിന്റെ മാസ് m1 + m2 + m3 കൂട്ടിയാൽ എന്ത് കിട്ടണം? 4m കിട്ടണം. അപ്പൊ m1 m ആണ്. സോ m പ്ലസ് m2 ഈസ് m, അഗൈൻ m പ്ലസ് m3 ഈസ് ഈക്വൽ ടു 4m എന്ന് വരും. അപ്പൊ m3 ഈസ് ഈക്വൽ ടു 4m മൈനസ് m മൈനസ് m, 4m മൈനസ് 2m, ദാറ്റ് ഈസ് 2m. ഈസിയാണ്. സോ മൂന്നാമത്തെ ആളെ മാസ് 2m ആയിരിക്കും. അപ്പോഴേ ടോട്ടൽ 4m കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? P1, P2, P3 വെക്ടേഴ്സ് ആണ്. വെക്ടർ P1, വെക്ടർ P2, വെക്ടർ P3 ബി ദി മൊമെന്റ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. ഫ്രാഗ്മെന്റ്സിന്റെ മൊമെന്റം ആണ് ഓരോന്നിന്റെയും റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇനീഷ്യൽ മൊമെന്റം എത്രയായിരുന്നു? 0 ആയിരുന്നു. അപ്പൊ ഫൈനൽ മൊമെന്റവും കൺസർവേഷൻ ഓഫ് മൊമെന്റ് അനുസരിച്ച് 0 ആകണം. അപ്പൊ നമുക്ക് എഴുതാം വെക്ടർ P1 പ്ലസ് വെക്ടർ P2 പ്ലസ് വെക്ടർ P3 ഈക്വൽ ടു 0. മാഗ്നിറ്റ്യൂഡ്സ് സം ചെയ്താൽ 0 കിട്ടൂല, പക്ഷെ വെക്ടേഴ്സ് സം ചെയ്താൽ 0 ആവണം. ബിക്കോസ് മൊമെന്റം ഈസ് എ വെക്ടർ. അതോടൊപ്പം m1 m2ന്റെ വെലോസിറ്റി v ആണെന്ന് തന്നിട്ടുണ്ട്, സ്പീഡ് v ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് P1ന്റെ മാഗ്നിറ്റ്യൂഡും P2, ഇത് വെക്ടർ അല്ല മാഗ്നിറ്റ്യൂഡാണ്, P1ന്റെ മാഗ്നിറ്റ്യൂഡും P2ന്റെ മാഗ്നിറ്റ്യൂഡും mv ആയിരിക്കും നമുക്ക് എഴുതാം. ക്ലിയർ ആണ്? P1നും P2നും mv ആയിരിക്കും. കാരണം m1 m2 m ആണ്. അവയുടെ വെലോസിറ്റി v, അവയുടെ സ്പീഡ് v യുമാണ്. വെലോസിറ്റി v എന്ന് പറയാം. വെലോസിറ്റി ഡിഫറെന്റ് ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി v ആണ്. ഇതാണ് മൊമെന്റം. ഇനി നമുക്ക് എഴുതാം ഫ്രം കൺസർവേഷൻ ഓഫ് മൊമെന്റം P1 പ്ലസ് P2 പ്ലസ് P3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ശരിയാണല്ലോ? കാരണം ഇനീഷ്യലി മൊമെന്റം 0 ആണ്. അപ്പൊ കൊളീഷൻ കഴിഞ്ഞതിന്റെ ശേഷവും എക്സ്പ്ലോഷൻ കഴിഞ്ഞതിന്റെ ശേഷവും മൊമെന്റം 0 ആയിരിക്കും. ആഫ്റ്റർ ദി എക്സ്പ്ലോഷൻ മൊമെന്റം ഷുഡ് ബി 0. എക്സ്പ്ലോഷൻ ഫോഴ്സ് ഒക്കെ എക്സ്പ്ലോഷനോട് കൂടി കഴിഞ്ഞു. അത് ഇന്റേണൽ ആണ്. അതിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് ആണ്. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ഒന്നും അതിൽ വേറെ വന്നിട്ടില്ല. അപ്പൊ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ഫോഴ്സുകളൊന്നുമില്ല. പിന്നെ ഈ 3 ഫ്രാഗ്മെന്റ്സേ ഉള്ളൂ. ആ 3 ഫ്രാഗ്മെന്റ്സിന്മേൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ എക്സ്പ്ലോഷൻ കഴിയുമ്പോഴും മൊമെന്റം എന്ത് തന്നെ ആയിരിക്കണം? തുടങ്ങുന്നതിന് മുമ്പുള്ള മൊമെന്റം തന്നെ ആയിരിക്കണം. അപ്പോ after the explosion the momentum should also be, total momentum after the explosion should be 0, because the total momentum before the explosion is 0. അപ്പൊ അതിൽ നിന്നും എന്ത് എഴുതാം? വെക്ടർ P1 പ്ലസ് വെക്ടർ P2 മൈനസ് വെക്ടർ P3 എന്ന് എഴുതാലോ. P1 പ്ലസ് P2, വെക്ടർ P1 പ്ലസ് വെക്ടർ P2 മൈനസ് വെക്ടർ P3 എന്ന് എഴുതാം. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എടുക്കുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ P1 പ്ലസ് P2 is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈനസ് വെക്ടർ P3 എന്ന് എഴുതാം. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ P1 പ്ലസ് P3 എന്ന് പറഞ്ഞാൽ P3 എന്ന് എഴുതാം. നമ്മുടെ വെക്ടർ ഇല്ല, അത് മാഗ്നിറ്റ്യൂഡ് ആണ്. മൈനസ് P3ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ P3ന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ മാഗ്നിറ്റ്യൂഡ്സിന്റെ ടേബിൾ എഴുതിയാൽ ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് വെക്ടർ സം കാണാൻ പണ്ട് 4ാമത്തെ ചാപ്റ്ററിൽ മോഷനിന്റെ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് p² പ്ലസ് q² അല്ലെങ്കിൽ a² പ്ലസ് b² പ്ലസ് 2ab cos θ ആണ് മാഗ്നിറ്റ്യൂഡ്. രണ്ട് വെക്ടറിന്റെ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ P1 പ്ലസ് P2 എന്ന് പറഞ്ഞാൽ P3 എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് P1 പ്ലസ് P2 ആണ്. P3ന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് P1² പ്ലസ് P2² പ്ലസ് 2p1 p2 cos 90 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? P1 എന്ന് പറയുന്നത് ഒന്നാമത്തെ M1 എന്ന് പറഞ്ഞ ഫ്രാഗ്മെന്റ് ആണ്. P2 രണ്ടാമത്തെ ഈ P1 P2 മൊമെന്റം ഉള്ള ആളുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ cos 90 എന്ന് എടുത്തത്. ദേ മൂവ് അലോങ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പൊ ഈ cos 90 വരുമ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോകും. ബിക്കോസ് cos 90 is 0.
സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് ഓഫ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ എന്നാണ് ഫൈനൽ ഇതിന്റെ ആൻസർ കിട്ടുന്നത്. അത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, P1ന്റെ വാല്യൂ ഇവിടെ ഉണ്ട് MV ആണ്, P2 MV ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ MV ഹോൾ സ്ക്വയർ പ്ലസ് MV ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പൊ ഇത് ചെയ്താൽ 2MV ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോ MV ഹോൾ സ്ക്വയറിന്റെ റൂട്ട് MV തന്നെയാണ്. സോ റൂട്ട് 2MV എന്ന് എഴുതാം ഇതിന്. സോ നിങ്ങൾക്ക് കിട്ടി P3 is equal to root 2MV. P3 is equal to root 2MV എന്ന് കിട്ടി. അത് മറക്കരുത്. P3 ഇവിടെ ഉണ്ട്, റൂട്ട് 2MV. അതാണ് ഇക്വേഷൻ. P3 is equal to root 2MV. ഇനി എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അതാണ് കാണേണ്ടത്. ഈ എക്സ്പ്ലോഷനിൽ റിലീസ് ചെയ്ത എനർജി എന്തായിട്ടാണ് മാറുക? ഈ ഫ്രാഗ്മെന്റ്സിന്റെ കൈനറ്റിക് എനർജി ആവും, വേറെ എനർജി ആയിട്ടൊന്നും മാറാനില്ലല്ലോ. അപ്പോൾ ഫ്രാഗ്മെന്റ്സിന്റെ കൈനറ്റിക് എനർജി കണ്ടാൽ അതായിരിക്കും എന്ത്, എക്സ്പ്ലോഷനിൽ ഉണ്ടായ ടോട്ടൽ എനർജി. വേറെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദി ടോട്ടൽ എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ ബിക്കംസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. അപ്പൊ അത് കാണണം. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ നമുക്കുള്ളത് മൊമെന്റം ആണുള്ളത്. അപ്പോൾ മൊമെന്റത്തിന് നമ്മൾ ഇക്വേഷൻ ചെയ്താൽ v²/2m നമുക്കറിയാം. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ ആണ് P1 സ്ക്വയർ പ്ലസ് 2m1 പ്ലസ് P2 സ്ക്വയർ പ്ലസ് 2m/2m2 പ്ലസ് P3 സ്ക്വയർ/2m3. P1 സ്ക്വയർ/2m1. അങ്ങനെ ഇതിൽ P1ഉം P2ഉം P3ഉം M1ഉം M2 M3 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 എത്രയാണ്? P1ഉം P2ഉം MV ആണ്. P3 റൂട്ട് 2MVയുമാണ്. അപ്പൊ P1 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 is equal to M2 is equal to M. M3 എന്ന് പറയുന്നത് 2M ആണ്. P1 is equal to P2 is equal to MV ആണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് P3 ഇപ്പൊ നമുക്ക് കിട്ടിയത് P3 is equal to root 2MV എന്നും കിട്ടി. ഇത്രയും വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യം P1 എന്ന് പറയുന്നത് MV ആണ്. സോ MV സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 എന്ന് പറയുന്നത് M ആണ്. M1 എന്ന് പറയുന്നത് M ആണ്. സോ 2M. പിന്നെ അടുത്തത് P2 എന്ന് പറയുന്നതും MV ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സോ MV സ്ക്വയർ ബൈ 2M. അതിന്റെ മാസം M തന്നെയാണ്. പ്ലസ് P3 എന്ന് പറയുന്നത് റൂട്ട് 2MV ആണ്. റൂട്ട് 2MV ആണ്. സോ റൂട്ട് 2MV ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ M3 എന്ന് പറയുന്നത് എത്രയാണ്? 2M ആണ്. സോ 2M ഇവിടെ 2M3 എന്ന് പറഞ്ഞാൽ അപ്പൊ 4M ആവും. M3 2M ആണ്. സോ 2M3 is 4M. ഇവിടെ 4M വരും. ഇത് രണ്ടും MV സ്ക്വയർ ബൈ 2M. അപ്പൊ M ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ M സ്ക്വയർ V സ്ക്വയർ ബൈ 2M ആവും. M സ്ക്വയറിലെ സ്ക്വയറും ഒരു M ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് MV സ്ക്വയർ ബൈ 2. അഗൈൻ ദിസ് ഈസ് ആൾസോ MV സ്ക്വയർ ബൈ 2. ഇതൊന്ന് നോക്കുക. ഇവിടെ റൂട്ട് 2MV ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നേരത്തെ പോലെ M സ്ക്വയർ V സ്ക്വയർ ചെയ്താൽ ഇതിനെ സ്ക്വയർ ചെയ്താൽ M സ്ക്വയർ V സ്ക്വയർ എന്ന് വരും. റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ 2 എന്ന് വരും. സോ ദിസ് ബിക്കംസ് 2M സ്ക്വയർ V സ്ക്വയർ ഡിവൈഡഡ് ബൈ 4M. അപ്പൊ M സ്ക്വയർ V സ്ക്വയർ ബൈ M-ലെ M-ഉം സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ 2MV സ്ക്വയർ ബൈ 4. 2ഉം അടിയത്തെ 4ഉം ക്യാൻസൽ ചെയ്താൽ MV സ്ക്വയർ ബൈ 2 തന്നെ വരും. ഇതേപോലെ MV സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇതും MV സ്ക്വയർ ബൈ 2 എന്നാവും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ 3 MV സ്ക്വയർ ബൈ 2 ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3MV സ്ക്വയർ ബൈ 2. 3MV സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ 3/2 MV സ്ക്വയർ. സോ ദി ആൻസർ ഇസ് ബി, 3/2 MV സ്ക്വയർ. ഓക്കെ. സമയം കുറച്ചായി. ഏതായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ. അടുത്തത് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡബിൾഡ്. പെർസെന്റേജ് ഫൈൻഡ് ആണ്. പെർസെന്റേജ് എഫ് ഇവിടെ ഇല്ല. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യും? മൊമെന്റം ഡബിൾ ചെയ്തു. അപ്പോ ഇനീഷ്യൽ മൊമെന്റം K1 is P1 സ്ക്വയർ ബൈ 2M. P2 എന്ന് പറയുന്നത് 2P1 ആണ്. മൊമെന്റം ഡബിൾഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം P2 is equal to 2P1. അപ്പൊ K2 എന്ന് പറയുന്നത് P2 സ്ക്വയർ ബൈ 2M ആണ്. P2 എന്ന് പറഞ്ഞാൽ 2P1 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2P1 സ്ക്വയർ ബൈ 2M. സോ 4P1 സ്ക്വയർ ബൈ 2M. P1 സ്ക്വയർ ബൈ 2M K1 ആണ്. സോ 4K1. ഓർ K2 എന്ന് പറഞ്ഞാൽ 4K1 ആണ്. അത്രേ ഉള്ളൂ. P സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. അപ്പൊ P ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും. മൊമെന്റം 2 ഇരട്ടിയാക്കിയാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി മൊമെന്റം. അപ്പൊ K2 4K1 എന്ന്. അപ്പൊ ഇനി വളരെ ഈസിയാണ്. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി അപ്പൊ എത്രയാണ്? K2 എന്ന് പറയുന്നത് ആദ്യത്തെ K1 ആയിരുന്നു, അത് 4K1 ആയി. K1 എന്നുള്ളത് 4K1 ആയി. അപ്പൊ ഇൻക്രീസ് എത്രയാണ്? 3K1. ഫൈനൽ കൈനറ്റിക് എനർജി K2 മൈനസ് K1, ദാറ്റ് ഈസ് 4K1 മൈനസ് K1. 3K1 ആണ് ഇതിലുള്ള ഇൻക്രീസ്. കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ വർധനവ് 3K1 ആണ്. ഈ 3K1 K1ന്റെ എത്ര ശതമാനമാണ് എന്നാണ് ഇനി എഴുതേണ്ടത്. K1 3K1 ആവുമ്പോൾ അവിടെ ഉണ്ടായ വർധനവ് എത്ര ശതമാനമാണെന്നാണ്. Percentage increase in K, delta K, increase in kinetic energy divided by original kinetic energy into 100. So increase in kinetic energy is 3K1 divided by original initial kinetic energy is K1. So into 100 300. So it is 300%. Very easy. ഇതേപോലത്തെ ഇതിന്റെ മൊമെന്റം ഡബിൾ ചെയ്യുന്നതിന് പകരം കൈനറ്റിക് എനർജി ഡബിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എക്സാമ്പിൾ ആയിട്ട്.
ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇത് ഒരു പ്രയാസം ഉണ്ടാവില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 300% എന്ന് കിട്ടും. അത് ഇവിടുന്ന് തന്നെ പറയാം. 4K1 എന്ന് കിട്ടുമ്പോൾ തന്നെ ഇൻക്രീസ് 3K1 ആണ്, 3 ടൈംസ് ആണെന്ന് പറയുമ്പോൾ തന്നെ 300% ആണ്. 2 ടൈംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് 200% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം which is initially stressed is lifted with an upward force of 120 Newton. Then kinetic energy gained by the body when it reaches at a height 5 meter is. ഒരു ഒബ്ജക്ട് 10 കിലോഗ്രാം ഭാരമാണുള്ളത്. അത് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോഴ്സ് 120 ന്യൂട്ടൺ കോൺസ്റ്റന്റ് ഫോഴ്സ് ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിലേക്ക് ഒരു ആക്സിലറേഷനോട് കൂടി അതിങ്ങനെ മുകളിലേക്ക് പോകും. 5 മീറ്ററിലെ ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. സോറി, കൈനറ്റിക് എനർജി ഗെയിൻ. 5 മീറ്റർ എത്തുമ്പോൾ വെലോസിറ്റി അല്ല, 5 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അതിന് ഗെയിൻ ചെയ്യുന്ന കൈനറ്റിക് എനർജി എത്രയാണ്? ഇനീഷ്യലി റെസ്റ്റ് ആണ്, അപ്പൊ ആദ്യത്തെ കൈനറ്റിക് എനർജി 0 എന്ന് എടുക്കാം. 5 മീറ്ററിലുള്ള എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എത്രയാണോ അത് കണ്ടാൽ മതി. അത് തന്നെയാണ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി, ബിക്കോസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പൊ നോക്കാം, ആൻസർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ 2 ഫോഴ്സ് ആണുള്ളത്. ഇവിടെ നമ്മൾ വർക്ക് കൈനറ്റിക് എനർജി തിയറി ഉപയോഗിക്കാം. അപ്പൊ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ബോഡിയിൽ ടോട്ടൽ ചെയ്ത വർക്കിന് തുല്യമായിരിക്കും. ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും? അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെ ഫോഴ്സ് അതിന്മേലുള്ളത്? ഒന്ന് ഈ അപ്ലൈഡ് ലിഫ്റ്റിംഗ് ഫോഴ്സും ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട് ഇതിൽ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്കും കണ്ടെത്തണം, ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്കും കണ്ടെത്തണം, എന്നിട്ട് ടോട്ടൽ വർക്ക് കണ്ടെത്തണം. അതായിരിക്കും ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ 5 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്, ഇതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ ദി വർക്ക് ഡൺ ബൈ ദി ലിഫ്റ്റിംഗ് ഫോഴ്സ്. അപ്പൊ 5 മീറ്റർ ഹൈറ്റിൽ എത്തുമ്പോൾ W1 is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ലിഫ്റ്റിംഗ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റും. അപ്പൊ 5 മീറ്റർ ഉയരാണുള്ളത്, ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആണ്, ലിഫ്റ്റിംഗ് ഫോഴ്സ് 120 മീറ്റർ ആണ്. 5 മീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്കാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. റിമെമ്പർ, 5 മീറ്റർ ഹൈറ്റിൽ എത്തുമ്പോൾ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത ടോട്ടൽ വർക്ക്, അത് 5 മീറ്റർ എത്തിക്കാൻ ചെയ്ത വർക്ക് 120 into 5, that is 600 ജൂൾ. ഫോഴ്സ് 120 ആണ്, ലിഫ്റ്റിംഗ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി ബോഡി. ഈ ബോഡിയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? mg ആണ്, ഡൗൺവേർഡ് ആണ്, താഴേക്കാണ്. അപ്പൊ ഈ ബോഡി മുകളിലേക്ക് ഇങ്ങനെ പോയി പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുമാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവായി. സോ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു എച്ച്, അതിന്റെ നെഗറ്റീവ് -mgh ആയിരിക്കും. അപ്പൊ -10, അതിന്റെ വെയിറ്റ് മാസ് 10 ആണ്, -10 ഇൻറ്റു g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ടേക്ക് g equal to 10 പറഞ്ഞിട്ടുണ്ട്. സോ g 10 എടുത്തു, -10 into 10 into h 5, സോ -500 ജൂൾ എന്ന്. സോ -500 ജൂൾ ഈസ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് mgh നെഗറ്റീവ് ആയിരിക്കും, ഉറപ്പാണ്. അപ്പോ പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ആണ് വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ mgh ആണ് പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ നെഗറ്റീവായ -500 ജൂൾ, അങ്ങനെയും എടുക്കാം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യണം. സോ ടോട്ടൽ വർക്ക് ഡൺ, നെറ്റ് വർക്ക് ഡൺ ഈസ് W1 plus W2, that is 600 minus 500, 100 ജൂൾ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി ബോഡി കിട്ടി 100 ജൂൾ ആണ് നെറ്റ് വർക്ക് ഡൺ. അതെന്തിന് തുല്യമായിരിക്കും? ദി ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ കൈനറ്റിക് എനർജി ഗെയിൻ, കാരണം ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. സോ ഫ്രം ദി വർക്ക് എനർജി തിയറം, കൈനറ്റിക് എനർജി ഗെയിൻ is equal to work done W, that is equal to 100 joule. So answer is 100 joule. Answer is A. So again our answer നമ്മുടെ mistake ഉണ്ട്. Answer is A. Answer is A. So answer A. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയൊക്കെയുള്ള കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഈ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, എന്നിട്ടാണ് ചെയ്യും, അപ്പൊ തെറ്റിപ്പോകും. അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ മറന്നു പോകും എപ്പോഴും. കാരണം വസ്തു മുകളിലേക്ക് ഇങ്ങനെ പൊക്കുകയാണ്, ഒരാൾ അതിന് ഫോഴ്സ് 10 ന്യൂട്ടൺ, 10 എത്രയാണ് 120 ന്യൂട്ടൺ ഫോഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 120 into 5 മീറ്റർ എന്ന് ഒറ്റയടിക്ക് എഴുതി, അത് തന്നെയാണ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് എഴുതി വെക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട് എന്നും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണെന്നും അപ്പൊ ആ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആണെന്നും അതുകൂടി കൺസിഡർ ചെയ്യണമെന്നും ഉള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ടോട്ടൽ വർക്ക് ഡൺ ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വർക്ക് എനർജി തിയറി അനുസരിച്ച്. ഏതെങ്കിലും ഒരു ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടാൽ പോരാ, ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ആ ഫോഴ്സുകളൊക്കെ ചെയ്ത വർക്ക് കണ്ടെത്തണം. അപ്പോഴാണ് വർക്ക് എനർജി തിയറത്തിൽ അത് വർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. ആൻസർ ഡി ആണ്, എല്ലാവർക്കും അറിയാം, ഡിസ്കസിന്റെ ആവശ്യമില്ല. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്.
Then in a collision experiment, the last question, a car of mass 1000 kilogram moving with speed 18 kilometer per hour on a smooth road collides on a spring of spring constant 6.25 into 10 raised to 3 Newton per meter. മാക്സിമം കംപ്രഷൻ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഒരു ചോദ്യമാണ്. എക്സാമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. പല ആളുകൾക്കും അത് അറിയുന്നതായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാണ്. കൊളീഷന്റെ മുന്നേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കാറിന്റെ കൈനറ്റിക് എനർജി മാത്രമാണ്. പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാർ മുകളിലേക്ക് ഏതായാലും പോലല്ലോ, റോഡിലൂടെ അല്ലേ പോകും. പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമൊന്നുമില്ല. സോ ടോട്ടൽ എനർജി ഓഫ് ദി കാർ ഈസ് കൈനറ്റിക് എനർജി, സോ ഹാഫ് എം യു സ്ക്വയർ. അപ്പൊ എം 100 kg, യു 18 kg, 18 കിലോമീറ്റർ പെർ അവർ, ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണാം, ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് ഇൻറ്റു എം 1000 ഇൻറ്റു യു 5 സ്ക്വയർ, ദാറ്റ് ഈസ് 1.25 into 10 raised to 4 ജൂൾ എന്ന് കിട്ടും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണാം. ഇതാണ് ഇനീഷ്യൽ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഇതാണ്. അപ്പൊ ആഫ്റ്റർ ദി കൊളീഷൻ കഴിഞ്ഞ ഉടനെ സ്പ്രിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പരമാവധി കംപ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് എക്സം ആണെന്ന് വിചാരിക്കുക, മാക്സിമം കംപ്രഷൻ. അപ്പൊ ആ എക്സം എന്നുള്ള കംപ്രഷൻ എപ്പോഴാണ് അതിന്റെ കൈനറ്റിക് എനർജി സീറോ. കൊളൈഡ് ചെയ്ത് സ്പ്രിങ്ങിനെ തള്ളി 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 ലാസ്റ്റ് റസ്റ്റിൽ വരുന്ന മൊമെന്റ് മുഴുവൻ ശക്തിയും എടുത്ത് ലാസ്റ്റ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് ദി സ്പ്രിങ്ങും ഈ മുന്നോട്ടുള്ള കാറിന്റെ കൊളീഷനിലുള്ള ഇമ്പാക്റ്റുള്ള ഫോഴ്സും കൂടി ബാലൻസ് ചെയ്യുന്ന പോയിന്റിലാണ് ഏറ്റവും മാക്സിമം കംപ്രഷൻ കിട്ടുക. അവിടെ എത്തുമ്പോൾ കാർ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കാറിന്റെ കൈനറ്റിക് എനർജി സീറോ ആയിട്ടുണ്ടാവും. ആ മുഴുവൻ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് മാറിയിട്ടുണ്ടാവും. അടുത്ത നിമിഷത്തിൽ ഈ കാർ ബാക്കോട്ട് വരും, കാരണം സ്പ്രിങ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. അത് നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ ഈ കാറിന്റെ സ്പ്രിങ്ങിന്റെ മാക്സിമം കംപ്രഷൻ വരുന്ന പോയിന്റ് ആണ് എടുക്കുന്നത്. ആ മാക്സിമം കംപ്രഷൻ വരുമ്പോൾ കാറിന്റെ കൈനറ്റിക് എനർജി സീറോ ആയിട്ടുണ്ടാവും, പക്ഷെ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി അപ്പൊ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഫ്രം കൺസർവ് അപ്പൊ അവിടെ എല്ലാം സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പ്രിങ്ങിന്റെ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പം അവിടെയുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പിന്നെ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണ്, കാറിന് കൈനറ്റിക് എനർജി ഇല്ല. സോ ഹാഫ് ഇൻറ്റു കെ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ചെയ്താൽ 3125 എക്സം സ്ക്വയർ എന്ന് കിട്ടും. എക്സം ആണ് നമുക്ക് കാണേണ്ടത് കേട്ടോ, എക്സം സ്ക്വയർ 3125. അപ്പൊ ഫൈനൽ കൈനറ്റിക് ഈ ടോട്ടൽ എനർജിയും ഇനീഷ്യൽ ടോട്ടൽ എനർജിയും കിട്ടി, രണ്ടും തുല്യമാകണം ഫ്രം ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം ഈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1.25 10 raised to 4 3125 എക്സം സ്ക്വയറും തുല്യമാണ്. ഫൈനൽ കൈനറ്റിക് എനർജി തുല്യമാണ്. ഇതിൽ നിന്ന് എക്സം സ്ക്വയർ കാണാം, 4 എന്ന് കിട്ടും. അപ്പൊ എക്സം 2 എന്ന് കിട്ടും. എക്സം 2 മീറ്റർ പ്ലസ് 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഈ കാർ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക. അപ്പൊ കംപ്രഷനും അതേ ഡയറക്ഷനിലായിരിക്കുമല്ലോ, അപ്പൊ +2m ആണ് എടുക്കേണ്ടത്. ഓക്കെ, കംപ്രഷനാണ്. കംപ്രഷൻ കാർ മൂവ് ചെയ്യുന്നതിന് അതേ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ ഉണ്ടായ കംപ്രഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ശരി, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ ഇനി പേഴ്സണലായിട്ട് ചോദിക്കുക. കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ ആരംഭിക്കും. അടുത്ത ചാപ്റ്റർ മുതൽ ക്ലാസ് കുറച്ചും കൂടി സ്പീഡായിരിക്കും. കൂടുതൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. നോട്ട് എഴുതാനുള്ള സമയം തരും, അതനുസരിച്ച് നോട്ട് എഴുതി പോവുക. മുഴുവൻ ഏരിയയും കവർ ചെയ്യൂല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, സ്ട്രിക്ട്ലി ഓൺ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ കവർ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.